الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. ബഹുമാന്യരായ അധ്യക്ഷരെ, സഹോദരന്മാരെ, സഹോദരികളെ, മലയാള നാട്ടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ നാട്ടിൽ വന്ന് ഒരുമിച്ചുകൂടി ഇതുപോലെയുള്ള ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട നിങ്ങളുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. മറ്റ് വേദികളിലേക്ക് തിരിഞ്ഞു പോകുന്ന പലരെയും ഇസ്ലാമിക രംഗത്തേക്ക് അടുപ്പിക്കുവാൻ, ഇസ്ലാമിക ബോധമുണ്ടാക്കുവാൻ മാത്രമല്ല ഇത് മുഖേന തന്നെ നാട്ടിലേക്ക് തന്നെ ദീനിൻ്റെ വെളിച്ചമെത്തിക്കുവാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ പരമ്പരയിലും പരിപാടിയിലും പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷകരമാണ്. ഇതിൻ്റെ പ്രവർത്തകരെ ആദ്യമായി അഭിനന്ദിക്കുകയും അവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാമൂഹിക ബാധ്യതയും ഇസ്ലാം എന്ന വിഷയമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. മനുഷ്യൻ ഒരു സമൂഹമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃത്യാ മനുഷ്യനൊരു സമൂഹമായിട്ടാണ് ജീവിക്കുകയും ചെയ്യുന്നത്. ഇസ്ലാം ആണെങ്കിൽ പ്രകൃതി മതമാണ് താനും. അതുകൊണ്ട് മനുഷ്യപ്രകൃതിയെ സംസ്കരിച്ച് ശരിയായ മനുഷ്യന്മാരാക്കി വളർത്തിയെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സാമൂഹ്യ ഭദ്രത നിലനിർത്തുവാൻ, സാമൂഹ്യ ഭദ്രത സുദൃഢമാക്കി തീർക്കുവാനുള്ള നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. പൊതുവിൽ ആ കാര്യം വിശദീകരിക്കുന്ന ഒരായത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കളിപ്പിച്ചത്. സൂറ അൽ ബഖറയിലുള്ള ഒരായത്ത്. ആദ്യമായി പറഞ്ഞു തരുന്നത് കാനന്നാസ് ഉമ്മത്തൻ വാഹിദ എന്നാണ്. മനുഷ്യർ ഒറ്റ സമുദായമാകുന്നു. ഈ പ്രയോഗത്തിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ രണ്ട് നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, ആദ്യ കാലഘട്ടത്തിൽ ലോകത്ത് മനുഷ്യൻ ഉത്ഭവിച്ചപ്പോൾ അന്നത്തെ മനുഷ്യർ ഒരു സമൂഹമായിരുന്നു. ഒരു ഉമ്മത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂട്ടി യോജിക്കാവുന്ന ഏതെങ്കിലും ഒരു സമൂഹമുണ്ടെങ്കിൽ അതിനെല്ലാം ഉമ്മത്ത് എന്ന് പറയാം.
അത് ഭാഷയുടെ അടിസ്ഥാനമെങ്കിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള ഉമ്മത്താണ്, ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ദേശാടിസ്ഥാനത്തിലാണ്, അതല്ല വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണെങ്കിൽ അതേ പ്രകാരത്തിലുള്ള ഉമ്മത്താണ്. അതുകൊണ്ട് തന്നെ സാധാരണ അറബിയിൽ ഉമ്മത്തുൻ ഹിന്ദിയ, ഉമ്മത്തുൻ അറബിയ, ഉമ്മത്തുൻ ഇസ്ലാമിയ എന്നെല്ലാം പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ അതൊന്നുമില്ലാതെ, ഉപാധികളൊന്നുമില്ലാതെ മനുഷ്യൻ ഒരൊറ്റ ഉമ്മത്താകുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഉമ്മത്ത് ഏതാണ് എന്ന കാര്യത്തിലാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചിന്തിച്ച് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അവർ മതപരമായ ഒരു സമുദായമാകുന്നു എന്ന്. അതാ അങ്ങനത്തെവരാണ് പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു മനുഷ്യർ. ആദ്യ മനുഷ്യന്റെ കാലഘട്ടത്തിൽ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള മനുഷ്യ സമൂഹം ഒരാദർശം സ്വീകരിച്ചവരായിരുന്നു. ഏകദൈവ വിശ്വാസികൾ, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അന്നത്തെ ആദ്യ പ്രവാചകർക്ക് അള്ളാഹു കൊടുത്ത സന്ദേശം സ്വീകരിക്കുന്ന ഒരു മതവിഭാഗങ്ങൾ മാത്രമായിരുന്നു അവർ. വിവിധ മതങ്ങളോ ജാതികളോ ഉപജാതികളോ ഒന്നുണ്ടായിരുന്നില്ല. അവിടുന്ന് അതിന് ശേഷം മനുഷ്യർ വിവിധ ജാതികളും വിവിധ മതങ്ങളും പിന്നീട് ഉടലെടുത്തു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും പലരും ഉടലെടുക്കുമ്പോൾ അതിൽ ഏതാണ് സത്യമെന്ന് അറിയിക്കുവാൻ, ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ അതാത് കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ ആഗമനം ആവശ്യമാണ്. അവർക്ക് വേദഗ്രന്ഥം നൽകുകയും ചെയ്തു. ഇതാണ് ആ വിശദീകരണം. അതിനേക്കാൾ വിപുലമായ നിലക്കൊരു വിശദീകരണം, കുറച്ചുകൂടി ബുദ്ധിപൂർവമായി നൽകുന്ന ഒരു വിശദീകരണം മുഫസ്സിറുകൾ നൽകിയിട്ടുണ്ട്. കാനന്നാസ് ഉമ്മത്തൻ വാഹിദ എന്നുള്ള പ്രയോഗം അത് മനുഷ്യന്റെ ഏത് കാലഘട്ടത്തിലേക്കും പറ്റിയ പ്രയോഗമാണ്, മുമ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല. കാനല്ലാഹു ഗഫൂർ റഹീമ എന്ന് പറയുന്നത് പോലെ തന്നെ അള്ളാഹു പുറത്തു കൊടുക്കുന്ന കരുണാനിധിയാണെന്ന് പറഞ്ഞാൽ അത് മുമ്പ് അങ്ങനെ ആയിരുന്നു എന്നോ ഇന്നങ്ങനെയാണ് എന്നോ നാളെ അങ്ങനെ ആകുമെന്നോ അല്ല, എന്നും അങ്ങനെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതേ പ്രകാരം തന്നെ കാനന്നാസ് ഉമ്മത്തൻ വാഹിദ, മനുഷ്യർ ഒരൊറ്റ സമുദായമാകുന്നു, ഒരൊറ്റ സമൂഹമാകുന്നു എന്ന് പറഞ്ഞാൽ അത് മുമ്പും അങ്ങനെയാണ്, ഇന്നും ഒരേ സമുദായമാണ്, നാളെയും ഒരു സമുദായമാണ്, മനുഷ്യർ എന്നും ഒരൊറ്റ സമുദായമാകുന്നു എന്നാണ്. അവിടെ പറഞ്ഞ ആ ഉമ്മത്ത് എന്താണ്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നും മനുഷ്യർ സമുദായമായി നിലകൊള്ളുന്ന ഒരു സാമുദായിക ബന്ധം മനുഷ്യന്മാർക്കിടയിലുണ്ട്. ഭാഷകളോ മതങ്ങളോ ദേശങ്ങളോ അതിന് വേർതിരിക്കുന്നില്ല. അതിനതീതമായ ഒരു മാനുഷിക ബന്ധം, മനുഷ്യർ സമുദായമാകുന്നു എന്നുള്ള ബന്ധം അത് മനുഷ്യന്മാർക്കിടയിൽ നിലനിൽക്കുന്നു. ആ ബന്ധമാണ് സഹജമായ മാനുഷിക ബന്ധം. അതായത് എല്ലാ മനുഷ്യരും അവർ അറിഞ്ഞോ അറിയാതെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ആ സമൂഹത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒറ്റപ്പെട്ടുകൊണ്ട് വ്യക്തിക്കോ കുടുംബത്തിനോ രാഷ്ട്രത്തിനോ മതക്കാർക്കോ വേറിട്ട് ജീവിക്കാൻ സാധ്യമല്ല. ആ മാനുഷിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എല്ലാവർക്കും നിലകൊള്ളാൻ സാധിക്കൂ. അതാണ് കാനന്നാസ് ഉമ്മത്തൻ വാഹിദ, മനുഷ്യർ ഒറ്റ സമുദായമാകുന്നു എന്ന്. അത് എന്താണ് ആ പറഞ്ഞത്? മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ള ആ ബന്ധം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. അവന്റെ ആഹാരം, അവന്റെ വസ്ത്രം, അവന്റെ ഭക്ഷണം, ഈ കാര്യങ്ങൾ ആർജിക്കുന്നിടത്ത് മനുഷ്യനും മനുഷ്യബന്ധം എന്നത് മാത്രമാണ് അവരെ കോർത്തിണക്കുന്ന ഒരേ കണ്ണി. അതല്ലാതെ അവിടെ കുടുംബമോ രാഷ്ട്രമോ മതങ്ങളോ അല്ല, മനുഷ്യൻ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ്. നാം കഴിക്കുന്ന ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ ആഹാരം ഇരിക്കട്ടെ, നാം കഴിക്കുന്ന ഒരു ചായ, ഒരു കാലി ചായ, ഈ ചായ നമ്മുടെ മുന്നിൽ എത്തിച്ചേരുവാൻ ആര് പ്രവർത്തിച്ചു? നമ്മുടെ ഒരു ആവശ്യമാണത്. ആഹാരം ഒരു പ്രാഥമികമായ ആവശ്യമാണ്. നമുക്ക് വേണ്ടി ഒരു കാലിച്ചായ നമ്മുടെ മുന്നിൽ എത്തിച്ചേരുവാൻ ആര് പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ പ്രവർത്തിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആ ചായയിൽ വന്ന തേയിലയുടെ ഒരു അംശം നമുക്കൊരു ചായക്ക് വേണ്ടി ഏതോ അജ്ഞാത തേയില തോട്ടത്തിൽ അജ്ഞാത കരങ്ങൾ നമുക്ക് വേണ്ടി നട്ടുനനച്ച് വളർത്തിയുണ്ടാക്കിയ തേയിലയാണ് നമ്മുടെ ഗ്ലാസ്സിലെത്തിയത്. അതിന്റെ ആ പാത്രവും അങ്ങനെ തന്നെ, അതിന്റെ മറ്റു ഘടകങ്ങൾ എടുത്ത് നോക്കിയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അവിടെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നോ, ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നോ, അറബികൾ അറബികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നോ, അനറബികൾ അനറബികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നോ, ഇന്ത്യക്കാർ ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നോ, ഇങ്ങനെയുള്ള യാതൊരു സങ്കുചിത ചിന്തകൾക്കും സ്ഥാനമില്ല തന്നെ. യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് മനുഷ്യൻ മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ചു എന്നതാണ്. ഒരു ചായയുടെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നാം ധരിച്ച വസ്ത്രം, നമ്മുടെ പാർപ്പിടങ്ങൾ, ഇതെല്ലാം നോക്കൂ. ഇതൊരു കുടുംബം കുടുംബത്തിന് വേണ്ടിയോ, ഒരു രാഷ്ട്രം രാഷ്ട്രത്തിന് വേണ്ടിയോ, അതല്ലെങ്കിൽ ഒരു മതക്കാർക്ക് വേണ്ടിയോ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഇനി മാത്രമല്ല, അങ്ങനെ ആർക്കെങ്കിലും ആ സങ്കുചിത വീക്ഷണത്തോടു കൂടി ജീവിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ലോകത്ത് ജീവിക്കാൻ അർഹതയില്ല. കാരണം സങ്കുചിതത്വമില്ലാത്ത സൃഷ്ടാവ് മനുഷ്യനെ സങ്കുചിത വീക്ഷണത്തിന് അതീതമായിട്ടാണ് അവനെ പ്രകൃത്യാത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്ത് മനുഷ്യർ ഒരേ സമൂഹമായി ജീവിക്കുക എന്നുള്ളതാണ് പ്രകൃതിയുടെ തേട്ടം. അങ്ങനെയാണ് സൃഷ്ടാവ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
നിങ്ങൾ നോക്കായിരുന്നു. ഇന്ന് നമ്മൾ രാഷ്ട്രീയമായി പലരും പറയാറുണ്ട്, പലപ്പോഴും ഇന്ന് രാഷ്ട്രത്തിന്റെ പേരിലാണ്, പല നിലക്കുള്ള സങ്കുചിതത്തിൽ നിന്ന് മാറി നിന്നിട്ട് മതപരമായ വർഗീയതയുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറമാണ് ഇന്ന് ദേശീയത്വത്തിന്റെ സങ്കുചിതത്വം. എന്നാൽ ഏതെങ്കിലും ഒരു വിഭാഗം സ്വയം സമ്പൂർണ്ണമാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കും. അവകാശപ്പെട്ടേക്കാം, പക്ഷേ അവകാശം ഒരിക്കലും യാഥാർത്ഥ്യമായിരിക്കില്ല. മറ്റൊരു സമുദായത്തെ ആശ്രയിക്കാതെ, ഒരു മതക്കാരെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രത്തെ ആശ്രയിക്കാതെ നിലകൊള്ളാൻ ഇവിടെ ആർക്കാണ് സാധിക്കുക? സമ്പന്ന രാഷ്ട്രങ്ങളുണ്ട്. ഭക്ഷ്യപദാർത്ഥങ്ങളിലും മറ്റ് കണ്ടുപിടുത്തങ്ങളിലും എല്ലാ നിലക്കും അവർ സമ്പന്നരായിരിക്കാം. പക്ഷേ ഭക്ഷണം വേണ്ടതിലധികം ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഭക്ഷണത്തിന് രുചി കൊടുക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ ചിലപ്പോൾ പട്ടിണി കിടക്കുന്ന രാഷ്ട്രത്തിന് കിട്ടിയതായിരിക്കണം വേണ്ടത്. അതേപ്രകാരം തന്നെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിൽ വളരെയധികം മുന്നോട്ട് പോയ രാഷ്ട്രങ്ങൾക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങളുടെ ഇന്ധനം കിട്ടുന്നത് അതിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ നിന്നായിരിക്കാം. ഇത് മനുഷ്യർ തമ്മിൽ, ലോകം തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യർ ഒറ്റ സമുദായമാകുന്നു എന്ന്. മനുഷ്യർ എന്നും ഒറ്റ സമുദായമാണ്, അത് എന്നും അങ്ങനെയാണ്, അങ്ങനെയാണ് മനുഷ്യന് അതേ യോജിക്കും. ഇതാണ് അള്ളാഹുവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യരിൽ ഭിന്നിപ്പില്ലേ? മനുഷ്യരിലല്ലേ യഥാർത്ഥത്തിൽ ഭിന്നിപ്പുള്ളൂ? കുഴപ്പവും അഭിപ്രായ വ്യത്യാസങ്ങളും മനുഷ്യരിലല്ലേ ഉള്ളൂ? അത് മനുഷ്യന്റെ മറ്റൊരു വശമാണ്. ഈ പറഞ്ഞത് ഒരു വശം, പ്രകൃത്യാ മനുഷ്യർ അങ്ങനെ ഒരു സമൂഹമായി ജീവിക്കുന്നു. അത് മനുഷ്യവർഗത്തിന്റെ ഒരു വശമാണ് ആ പറഞ്ഞത്. അതിന്റെ ഒരു മറുവശമുണ്ട്. ആ മറുവശം എന്താണ്? മനുഷ്യവർഗത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അതെന്തുകൊണ്ട്? കാരണം വിശേഷ ബുദ്ധി മനുഷ്യനേ ഉള്ളൂ, ചിന്താശക്തി മനുഷ്യനേ ഉള്ളൂ. ചിന്തയും ബുദ്ധിയും ഉള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ, ആ ചിന്ത ഉപയോഗപ്പെടുത്തുവാൻ അത് മനുഷ്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഴിവ് പ്രദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യർ ആ രംഗത്ത് നോക്കിയാൽ ഒരൊറ്റ സമുദായമല്ല. ഖുർആൻ ആ കാര്യം എടുത്തു പറഞ്ഞു. വലൗ ശാ അല്ലാഹു ലജഅൽനാസ ഉമ്മത്തൻ വാഹിദ വലാകിൻ ഇഖ്തലഫു. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ മനുഷ്യനെ ഒരു സമുദായമാക്കുമായിരുന്നു. അവിടെ പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ ഒറ്റ സമുദായമാണ് എന്ന് പറഞ്ഞ ആ രംഗത്ത് അത് ഒരു വശം പറഞ്ഞു. മറുവശത്തെ പറ്റി പ്രതിപാദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ മനുഷ്യവർഗത്തെ ഒരൊറ്റ ഉമ്മത്താക്കി മാറ്റുമായിരുന്നു. വലാകിൻ ഇഖ്തലഫു. പക്ഷേ മനുഷ്യർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു, അവരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വലിദാലിക ഖലഖഹും. അതിന് തന്നെയാണ് അവരെ സൃഷ്ടിച്ചത്. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം, അതിനുവേണ്ടിയാണ് മനുഷ്യരെ പഠിച്ചത്. അല്ലാതെ ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരേ നിലയ്ക്ക് തന്നെ യാതൊരു മാറ്റമില്ലാതെ, ചിന്ത തീരെ ഉപയോഗപ്പെടുത്താതെ, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു വിഭാഗമാണ് ആവശ്യമെങ്കിൽ മലക്കുകളെ പോലെ സൃഷ്ടിച്ചാൽ പോരായിരുന്നില്ല മനുഷ്യന്? അതല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ അറിയായിരുന്നില്ലേ? മൃഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല, മലക്കുകൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. മലക്കുകളല്ലാത്ത, മൃഗങ്ങളല്ലാത്ത അതിന്റെ ഇടയിൽ സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് അതനുസരിച്ച് സ്വീകരിക്കട്ടെ എന്ന നിലക്ക് ഒരമാനത്തോടുകൂടി വിട്ട ആ വിഭാഗം അത് മനുഷ്യരാണ്, അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. അതുകൊണ്ട് അവരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് തന്നെ മനുഷ്യൻ സൃഷ്ടിച്ചത്. അതാണ് വലിദാലിക ഖലഖഹും. അതിന് തന്നെയാണ് അവരെ സൃഷ്ടിച്ചത്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ, അതനുസരിച്ച് അവർ ചിന്തിക്കട്ടെ, അവർ പുരോഗതി പ്രാപിക്കട്ടെ. ഈ നിലക്ക് പോകുന്നതിന് യാതൊരു വിരോധവുമില്ല. കുറച്ചൊക്കെ മനുഷ്യന് എല്ലാം ഒരുപോലെ ഉണ്ടാക്കാൻ സാധിക്കില്ല. മനുഷ്യന് ഓരോരുത്തരുടെയും ചിന്ത ഒന്നിച്ചാക്കാൻ സാധിക്കില്ല. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വേണം. പക്ഷെ ഒരു കാര്യം, മനുഷ്യൻ അവന്റെ പരിധിയും പരിമിതിയും മനസ്സിലാക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ അവിടെ അഭിപ്രായം പറഞ്ഞ് കുഴപ്പമുണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത്. അതാണ് മനുഷ്യന് കുഴപ്പമുണ്ടാകുന്നത്. എന്താ ഗ്രഹിക്കാൻ സാധിക്കാന്ന് പറഞ്ഞത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവുള്ള കാര്യങ്ങൾ പറയുക, വിവരമുള്ളത് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുക, അതനുസരിച്ച് നിലകൊള്ളുക, തകരാറില്ല. അതുകൊണ്ട് മനുഷ്യനോട് ഉപദേശിച്ചു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. മനുഷ്യ, നിനക്ക് വിവരമില്ലാത്ത കാര്യം നീ പിന്തുടരരുത് കേട്ടോ. നിനക്ക് അറിയാത്ത കാര്യം നീ പിന്തുടരരുതേ. എങ്ങനെ നിനക്കറിയാം? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ബുദ്ധി, നിന്റെ കാതും കണ്ണും ബുദ്ധിയും അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇത് മനുഷ്യന് അറിവ് കിട്ടുന്ന, പ്രധാനമായും അറിവ് കിട്ടുന്ന 3 വഴികളാണ്. ഒന്നാമതായി കിട്ടുന്നത്, ആദ്യമായി മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്നത്, ഒരു ചെറിയ കുട്ടി വളർന്നു വരുമ്പോൾ ആദ്യം തിരിച്ചറിയാൻ കഴിയുന്നത് ശബ്ദമാണ്. അവൻ നിറങ്ങളും വർണ്ണങ്ങളും എല്ലാം തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ആദ്യം കേട്ടുകൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉമ്മാന്റെ ശബ്ദം, പിതാവിന്റെ ശബ്ദം, ബന്ധപ്പെടുന്ന ഒരു ശബ്ദം, ഇത് മനസ്സിലാക്കി കേൾവിയിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേൾവിയിലൂടെ അറിയാൻ കഴിയാത്തവന്, കേൾക്കാത്തവന് ആ ശബ്ദങ്ങൾ ആവർത്തിച്ച് ഉച്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കേൾക്കാത്തവന്
സംസാരിക്കാൻ കഴിയാത്തവനായിട്ടാണ് അവൻ വളരുന്നത്. കാരണം അവന് ശബ്ദങ്ങൾ കേട്ട് അത് അതേ പ്രകാരം പറയാൻ അവന് സാധിക്കുന്നില്ല. അപ്പൊ അത് മനുഷ്യന് അറിവ് കിട്ടാനുള്ളൊരു മാർഗമാണ്. കേട്ട് മനസ്സിലാക്കണം പലരിൽ നിന്നും. അതേ പ്രകാരം തന്നെ കണ്ടു മനസ്സിലാക്കണം, ചിന്തിച്ച് മനസ്സിലാക്കണം. ഈ നിലക്കുള്ള നിനക്ക് അറിവ് തരാനുള്ള മാർഗങ്ങളാണ്. അത് അള്ളാഹുവിന് മുന്നിൽ ഉത്തരം പറയണം. അതല്ലാതെ എല്ലാം കേൾക്കുന്നതൊക്കെ മനസ്സിലാക്കി എന്നുള്ളതല്ല. ഈ കേട്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് ഉത്തരം പറയണം എന്ന നിലക്കായിരിക്കണം നിന്റെ ജീവിതത്തിൽ നിന്ന് ഉപയോഗപ്പെടുത്തുന്നത്. ആ നിലക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നീ മനസ്സിലാക്കുക. ഇതിലൂടെ അറിവ് കിട്ടാത്ത കാര്യം നീ പിന്തുടരരുത് കേട്ടോ. അപ്പൊ ഇത് അറിയാൻ മനസ്സിലാക്കുന്ന, ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് എന്ത് വേണം, എങ്ങനെയൊക്കെയാണ് ജീവിത ഉപാധികൾ വേണ്ടത്, ആഹാരം സമ്പാദിക്കാൻ എന്തെല്ലാം മാർഗം, പാർപ്പിടം ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം, അതേ പ്രകാരം തന്നെ അവന്റെ ആത്മരക്ഷയ്ക്ക് എന്തൊക്കെ വേണം, ഈ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാം, അതിനെക്കുറിച്ച് പഠിക്കാം, അതിൽ പുരോഗതിയാവാം. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതും തകരാറില്ല. കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് ഗുണങ്ങളെ വരൂ അതുകൊണ്ട്. പക്ഷേ ഇതൊന്നും എത്താത്ത കാര്യങ്ങളിലാണെങ്കിൽ, എന്ന് വെച്ചാൽ മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്തിനു ജീവിക്കണം, ഇവിടെ എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്, ഞാൻ എവിടേക്കാണ് ഇനി പോകുന്നത്, അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോൾ ശാശ്വതമായി ഞാൻ എന്ത് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനുഷ്യൻ ചിന്തിച്ചാൽ അവിടെ അവന്റെ ബുദ്ധി എത്തില്ല. കാരണം ഈ പ്രപഞ്ചം മുമ്പ് എന്തായിരുന്നു, ഞാൻ എങ്ങനെ വന്നു, ഈ പ്രപഞ്ചത്തിൽ ഞാൻ എവിടേക്ക് പോകുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാകുന്നത്. ഒരു വസ്തുവിന്റെ ലക്ഷ്യം ആ വസ്തുവിന്റെ ഒരു അറ്റമായിരിക്കില്ല, അതിന്റെ ഒരു ഭാഗവുമായിരിക്കില്ല, അതിന്റെ അപ്പുറത്തുള്ളതായിരിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ നാം ഈ ലോകത്ത് ജീവിക്കുന്നു, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ലക്ഷ്യം ഈ ഭൗതിക ജീവിതമായിരിക്കില്ല എന്നുറപ്പാണ്. കാരണം ഇതിന്റെ ലക്ഷ്യം ഇതായിരിക്കില്ലല്ലോ. ഒന്നിന്റെ ലക്ഷ്യം ഒന്നിന്റെ ഒരു ഭാഗമായിരിക്കില്ല, അതിന്റെ അപ്പുറമുള്ളതായിരിക്കും. അതുകൊണ്ട് എവിടേക്ക് ഞാൻ പോകുന്നു, ഞാൻ എവിടെ നിന്ന് വന്നു, ഈ ബോധം മനുഷ്യന് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ പടച്ചതമ്പരാൻ മനുഷ്യനിൽ സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധത്തോടു കൂടിയാണ് അവനെ നിയോഗിച്ചിട്ടുള്ളത്. ഒരു സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം അവന്റെ ബുദ്ധിക്ക് പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ തന്നെ ഒരു സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം അവന് സഹജമായി നിക്ഷേപിച്ചിട്ടുണ്ട്. ആ സൃഷ്ടാവിൽ നിന്നാണ് വന്നത് എന്ന്. അതുകൊണ്ട് മനുഷ്യൻ ആരും തന്നെ ഞാൻ പടച്ചവനെ പറ്റി കേട്ടില്ല എന്ന് പറയേണ്ടി വരില്ല. ഖുർആൻ ആ കാര്യം വളരെ വളരെ ഉദാഹരണത്തോടു കൂടി മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ ഏത് ബുദ്ധിശൂന്യനും മനസ്സിലാകുന്ന വിധത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ച് ആ മനുഷ്യരുടെ എല്ലാ തലമുറയും ഉത്ഭവിപ്പിച്ച് അവരോട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിന്റെ നാഥൻ? ഖാലൂ ബല, അതെ എന്ന് പറഞ്ഞു നാം. അതായത് മനുഷ്യവർഗത്തോട് എല്ലാം കൂടി ചോദിച്ചു, ഞാൻ നിങ്ങളുടെ നാഥനല്ലേ? അതേ എന്ന് മനുഷ്യനെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്തിന്? ഞാനൊരു സൃഷ്ടാവിനെ പറ്റി കേട്ടില്ല എന്ന് നിങ്ങൾ പറയരുത്, അതിനു വേണ്ടിയിട്ട്. അപ്പൊ ആ കാര്യം മനുഷ്യനെ ബോധ്യപ്പെടുത്തി ഏതൊരു മനുഷ്യനാണെങ്കിലും പടച്ചവനെ പറ്റി ഞാൻ കേട്ടില്ല, പടച്ചവനെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് ഒരൊറ്റ മനുഷ്യനും പറയേണ്ടി വരില്ല. മനുഷ്യൻ എവിടെയെല്ലാം എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടോ, നിങ്ങൾ മനുഷ്യന്റെ ഭാഷ എടുത്തു നോക്കൂ. നിങ്ങൾ ആ ഭാഷകളിലെല്ലാം പടച്ചവന്റെ നാമങ്ങൾ കാണാൻ സാധിക്കും. ദൈവനാമങ്ങളില്ലാത്ത ഭാഷയില്ല മനുഷ്യന്, ദൈവങ്ങളുടെ പ്രകീർത്തനമില്ലാത്ത ഭാഷ മനുഷ്യനില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഭാഷ സംസാരിക്കുന്ന മനുഷ്യൻ മുഴുവനും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു, പടച്ചവനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. പടച്ചവനെ മനസ്സിലാക്കാത്ത ഒരു സമുദായം ഈ ലോകത്ത് ജീവിച്ചിട്ടില്ല എന്നാണ് അതൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പടച്ചവനെ കുറിച്ചുള്ള അറിവ് മനുഷ്യന് ബുദ്ധി കിട്ടുന്നതല്ല, സഹജമായി അങ്ങനെ കിട്ടി. ഈ സഹജമായ അറിവിലൂടെ മനുഷ്യനെ സംസ്കരിച്ചെടുക്കണം. അതിന് അള്ളാഹു ഇനി പ്രത്യേകമായി മനുഷ്യന്മാരെ നിയോഗിച്ചു. മനുഷ്യന് ബുദ്ധി കൊടുത്തതുപോലെ മനുഷ്യന്റെ പല അവയവങ്ങളിൽ നിന്നും അവന്റെ ബുദ്ധിക്ക് മറ്റിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സവിശേഷതയുണ്ട്. പക്ഷെ ആ ബുദ്ധി എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് മനുഷ്യന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ശരീരത്തിലെ വിവിധ അവയവങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ ഘടകങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ബുദ്ധി അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതുപോലെ മനുഷ്യവർഗത്തിനെ നിയന്ത്രിക്കാൻ അതിൽ നിന്ന് പ്രത്യേക മനുഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അറിവ് പ്രദാനം ചെയ്ത് അവരെ മനുഷ്യവർഗത്തെ നയിക്കാൻ വേണ്ടി അള്ളാഹു വിട്ടിരിക്കുന്നു. ആ വിഭാഗത്തിനാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. മനുഷ്യന്മാരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണവർ. അങ്ങനെ തിരഞ്ഞപ്പോൾ അള്ളാഹു അവർക്ക് പ്രത്യേകമായ അറിവ് നൽകുന്നു. ആ അറിവ് അവർ ചിന്തിച്ചു കിട്ടിയതല്ല, കാരണം അവർ പോലും തങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് വിചാരിച്ചവരല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഉമാ തദ്രി മൽ കിതാബുൽ ഈമാൻ, എന്താണ് വിശ്വാസം, എന്താണ് വേദഗ്രന്ഥം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ലല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയതാണ് എന്ന്. വിചാരിക്കാത്ത രൂപത്തിൽ അവിചാരിതമായി അള്ളാഹുവിൽ നിന്ന് അറിവ് ലഭിക്കുന്നു.
ആ അറിവിൽ പ്രവാചകന്മാർ അതുകൊണ്ട് മനുഷ്യവർഗത്തെ നയിക്കുന്നു. ഈ നിലക്ക് മനുഷ്യവർഗത്തിന് അള്ളാഹു അറിവ് നൽകുന്നുണ്ട്. ഇത് ഈ മനുഷ്യൻ അവന്റെ ബുദ്ധി എത്താത്ത കാര്യത്തെ അഭിപ്രായം പറയുകയും അതിൽ ഭിന്നിപ്പുണ്ടാവുകയും ചെയ്യുമ്പോൾ അത് വർഗത്തിന്റെ മുഴുവൻ നാശത്തിന് കാരണമായി തീരും. കാരണം പടച്ചവന്റെ ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മൾ പടച്ചവനിലേക്ക് അടുക്കേണ്ടത്? പടച്ചവന്റെ പ്രീതി എങ്ങനെ സമ്പാദിക്കാം? ജീവിതത്തിൽ ലക്ഷ്യം അതാണ്. പടച്ചവന്റെ പ്രീതി സമ്പാദിക്കുക എന്നുള്ളതാണ്. പടച്ചവനെ കുറിച്ച് ബോധമുണ്ടായാൽ ആ പടച്ചവനിലേക്ക് ഞാൻ പോകുന്നത് അതിനുള്ള പരീക്ഷണമാണ് ഈ ജീവിതം എന്നാണ് വിലയിരുത്തേണ്ടത്. അതാണല്ലോ ശരി. നാം ഇവിടെ ജീവിക്കുന്നു എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മളെല്ലാം അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ജീവിക്കുന്നു. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും നിങ്ങൾക്ക് സൃഷ്ടിച്ചു, നിങ്ങൾ ആര് നന്നായി പ്രവർത്തിക്കുന്നു എന്നൊന്ന് പരീക്ഷിക്കുവാൻ. ഇതാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന്. ആ നിലക്ക് തന്നെ യഥാർത്ഥത്തിൽ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആരാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ, ആരാണ് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുന്നവൻ? ഇതാണല്ലോ അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേണ്ടത്. പടച്ചവയിൽ നിന്നാണ് നമ്മൾ വന്നത്, നമ്മൾ അറിയാതെ ജനിച്ചു. നമ്മളെല്ലാവരും മലയാള നാട്ടിൽ ജനിച്ചവരാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇവിടെ അറേബ്യൻ നാട്ടിൽ വന്നിട്ടാണ്. നമ്മുടെ ജന്മത്തിൽ നമുക്ക് വല്ല കൈകളും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ അവിടെ ജനിക്കാൻ നോക്കുമല്ലോ, ഇവിടെ ജനിക്കാൻ നോക്കുമല്ലോ. കാരണം അവിടെ ജനിച്ച് ഇവിടെ വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ജന്മത്തിൽ നമുക്ക് നിയന്ത്രണമുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അവിടെ നാട്ടിൽ ജനിച്ചിട്ട് പിന്നെ നാടുകളെ എവിടെ ചെന്നാലും അവിടെ മലയാളികളുണ്ട്. നമ്മൾ ജനിച്ചതാണെങ്കിൽ അവിടെ. യഥാർത്ഥത്തിൽ നമ്മുടെ ജന്മത്തിൽ നമുക്ക് നിയന്ത്രണമില്ല. അത് നമ്മൾ അറിയാതെ തന്നെ വന്നു, ഈ ലോകത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി ഇതിന്റെ ഇടയിൽ നമ്മൾ ഇവിടെയൊക്കെ വരുന്നു, പലതും നമുക്ക് സംഭവിക്കുന്നു, പലതും കേൾക്കുന്നു. എന്ത് അപകടം വന്നാലും നമ്മിൽ നിന്ന് വരുന്നതും വരേണ്ടതും എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും ഞങ്ങളെല്ലാം അള്ളാഹുവിന്റേതാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തതൊന്നും ഒരു പ്രശ്നമല്ല. അള്ളാഹുവിൽ നിന്ന് വന്നു, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നു. ആ അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ അവന്റെ സംതൃപ്തമായ ഒരു തിരുനോട്ടമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതാണ് നമ്മൾ വേണ്ടത്. പടച്ചവന്റെ പ്രീതി സമ്പാദിക്കുവാൻ അതിനെന്ത് ചെയ്യാൻ സാധിച്ചോ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. ആ കാര്യം നമ്മളത് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് നമ്മൾ ജീവിത ലക്ഷ്യമാക്കി ചെയ്യേണ്ടത്. അത് എന്ത് പ്രവർത്തിക്കണം? പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി എന്ത് പ്രവർത്തിക്കണം? അവിടെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. അവിടെ ചിന്തിച്ചാൽ, അവിടെ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തി തുടങ്ങിയാൽ വിവിധ അഭിപ്രായങ്ങൾ എത്തിച്ചേരും. അത് ഇന്നതൊക്കെയാണ് വേണ്ടത്, ഇന്നതൊക്കെ ചെയ്യണം. നമസ്കരിക്കണമെങ്കിൽ അതെങ്ങനെ വേണം? അല്ലെങ്കിൽ ഇന്നതൊക്കെ നിഷിദ്ധമാണ്, ഇന്നതെല്ലാം അനുവദനീയമാണ്. ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധിക്ക് വിട്ടുകൊടുത്താൽ ഏകാഭിപ്രായമാവില്ല. പക്ഷെ ഭൗതികമായ കാര്യങ്ങളിൽ ഏകാഭിപ്രായം അല്ലെങ്കിൽ തകരാറില്ല. കാരണം അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇവിടെ അറിയാൻ കഴിയും. ഇവിടെ ദോഷങ്ങൾ അറിയാൻ കഴിയാത്ത, ഇവിടെ ഗുണങ്ങൾ അറിയാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിലോ ശാശ്വതമായ ജീവിതം നാശത്തിൽ കലാശിക്കുന്നതായി തീരുമത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അവരെ ആ നിലക്ക് നിലനിർത്താൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തു. അതാണ് പറയുന്നത്. ഇങ്ങനെ മനുഷ്യൻ ബുദ്ധിപരമായി ചിന്തിച്ച് ഭിന്നത്തിലേക്ക് പോകുമ്പോൾ, ആ ഭിന്നിപ്പ് അവന്റെ ബുദ്ധിയുടെ പരിധിയുടെ അപ്പുറത്തേക്കാകുമ്പോൾ നബിയീൻ, പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു. ആ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടോ അൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഇഖ്തലഫൂ ഫീഹി വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ്. സത്യം ഏതാണെന്ന് വിവരിക്കുന്ന വേദഗ്രന്ഥം അവർക്ക് കൂടെ ഇറക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകന്മാരെ വെറും കൈയോടെ നിയോഗിച്ചവരല്ല. ആ പ്രവാചകന്മാർ അവർ പോലും പിന്തുടരാൻ ബാധ്യതയുള്ള വേദഗ്രന്ഥം അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ വേദഗ്രന്ഥം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന് അവരോട് ആദ്യമായി പറയുന്നു. എന്നിട്ട് ഇതുകൊണ്ട് ജനങ്ങളെ നയിക്കാൻ വേണ്ടി അവരോട് ആജ്ഞാപിക്കുന്നു. ഈ നിലക്ക് പ്രവാചകന്മാരെ നിയോഗിക്കുന്നു. ആ പ്രവാചകന്മാർക്ക് ഇന്നതാണ് സത്യം, ഇന്നതാണ് ശരി എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു. അവ മനുഷ്യൻ പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നിടത്താണ് മതപരമായ ഭിന്നിപ്പ് വരുന്നത്. അതിനാണല്ലോ നമ്മൾ മതം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ എന്ത് പ്രവർത്തിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ എന്ത് ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തനമാണ് നമ്മൾ മതപരമായ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ മതപരമായ പ്രവർത്തനത്തിലെത്ത് നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമില്ല. അവിടെ ഇന്നത് ചെയ്യണമെന്ന് പ്രവാചകന്മാർ മുഖേന അള്ളാഹു അറിയിക്കുന്നു. അതിൽ പഴച്ചുപോയാൽ ശാശ്വതമായ പഴവായി തീരുമത്. അതിനാണ് സത്യം ഏതാണെന്ന് വിവരിക്കുന്ന വേദഗ്രന്ഥം അള്ളാഹു ഇറക്കി കൊടുത്തിരിക്കുന്നു. ആ വേദഗ്രന്ഥം അനുകരിക്കുക എന്നത്, അത് പിന്തുടരുക എന്നത് പ്രവാചകന്മാരുടെ കൂടി ബാധ്യതയാണ്. ആ വേദഗ്രന്ഥത്തിൽ എന്തിനു വേണ്ടിയാണ്? ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി മിനൽ ഹഖ്. ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി. ജനങ്ങൾ ഏതൊരു കാര്യം ഭിന്നാഭിപ്രായമുണ്ടോ അതിലൊരു തീരുമാനം കൽപ്പിക്കാൻ വേണ്ടി. ഏത് കാര്യത്തിലാണോ ജനങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ളതെങ്കിൽ അത് ഇന്നത് തെറ്റ്, ഇന്നത് ശരി
എന്നൊരു ഹുക്മ കൽപ്പിക്കുവാൻ, വിധി കൽപ്പിക്കുവാൻ വേണ്ടിയാണ് വേദഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത്. ആ വേദഗ്രന്ഥമാണ് വിധികർത്താവ്. പടച്ചവനാണ് സാക്ഷാൽ വിധികർത്താവ്. ആ പടച്ചവൻ വേദഗ്രന്ഥത്തിലൂടെയാണ് അതിന്റെ വിധി അറിയിക്കുന്നത്. ഈ വേദഗ്രന്ഥമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റും ശരിയും തിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആകെ മൊത്തം പറഞ്ഞു തന്നത് മനുഷ്യൻ പ്രകൃത്യാർ സമൂഹമാകുന്നു എന്നാണ്. ആ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസം മനുഷ്യന്റെ സഹജമാണ്, അതുമുണ്ടാകും. മറുവശം അതിന്റെ ഒരു വശമുണ്ട്. പക്ഷെ അഭിപ്രായ വ്യത്യാസം അത് മതപരമായ കാര്യങ്ങളിൽ പടച്ചവന്റെ പ്രീതി സമ്പാദിക്കുന്നിടത്ത് അങ്ങനെ അവിടേക്ക് അഭിപ്രായ വ്യത്യാസം എത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ശാശ്വതമായ നാശത്തിന് കാരണമായി തീരും. അതുകൊണ്ട് അവിടെ സത്യം ഏതാണെന്ന് വിവരിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരുടെ വേദഗ്രന്ഥവുമായി അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു. ആ പ്രവാചകന്മാരുടെ വേദഗ്രന്ഥം ഇറക്കിക്കൊടുത്തത് ഭിന്നാഭിപ്രായം വെച്ചു പുലർത്തുന്നതിൽ സത്യം ഏതാണെന്ന് വിവരിച്ചുകൊണ്ട് അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് സമൂഹത്തെ ഒന്നിപ്പിക്കുവാൻ, യോജിപ്പിക്കുവാൻ പ്രവാചകന്മാർ വന്നത് മനുഷ്യവർഗത്തിന്റെ ഐക്യത്തിനാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യവർഗത്തെ യോജിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. വേദഗ്രന്ഥങ്ങൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയല്ല, യോജിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളും അതാത് കാലഘട്ടത്തിൽ മനുഷ്യൻ നിയോഗിച്ചിട്ടുള്ളത് ആ മനുഷ്യവർഗത്തെ യോജിപ്പിച്ച് ഒന്നിപ്പിച്ച് ഒരു സമൂഹമായി കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്കൊരു സംശയം ബാക്കിയാകും. ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ഈ മതങ്ങൾ തമ്മിലടിച്ചു? എന്തുകൊണ്ട് ഒരേ വേദഗ്രന്ഥത്തിന് അനുയായികൾ തന്നെ തമ്മിലടിച്ചു? ഇനി ഇപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാ വേദഗ്രന്ഥത്തിലും മനുഷ്യൻ കൈകടത്തി അത് തന്നെ ഭിന്നാഭിപ്രായമായി എന്നാണ്. വേദഗ്രന്ഥങ്ങൾ തന്നെ ഭിന്നാഭിപ്രായം. ആ വേദഗ്രന്ഥം ഭിന്നിപ്പ് പരിഹരിക്കാനുള്ളതെങ്കിൽ ആ വേദഗ്രന്ഥം തന്നെ ഭിന്നിച്ചാൽ എന്താ ചെയ്യാ? തൗറാത്ത് തന്നെ പലതും, ഇഞ്ചീൽ തന്നെ പലതും, അങ്ങനെ അതിൽ തന്നെ ഭിന്നിപ്പ്. പക്ഷെ അതിൽ നിന്ന് കുറച്ചും കൂടി അപ്പുറത്തെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്ന് അവകാശപ്പെട്ടേക്കാം. കാരണം മുസ്ലിമീങ്ങൾ ഒരുപാട് കക്ഷികളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളും അവാന്തര വിഭാഗങ്ങൾ അവരുണ്ടെങ്കിലും ഖുർആൻ ഒന്നേ ഉള്ളൂ. അവർ അവസാന ഇമാമാണെന്ന് അംഗീകരിക്കുന്ന, ഞങ്ങൾ ഖുർആനാണ് ഇമാമ് എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആ ഇമാമായ ഖുർആൻ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ ഒരു ഖുർആന്റെ അനുയായികൾ തന്നെ തമ്മിലടിക്കുന്നവരല്ലേ? അവർ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാത്തവരും മിണ്ടാത്തവരും അങ്ങോട്ടും കൂടിയാടാത്തവരുമല്ലേ? ഇത്രയും ഭിന്നിപ്പ് അവരുടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഖുർആനുണ്ട മനുഷ്യനെ യോജിപ്പിക്കാൻ കഴിയണം? ഖുർആന്റെ അനുയായികൾ തന്നെ അത് യോജിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് തന്നെ മറ്റുള്ളവർ എന്നിട്ട് മനുഷ്യവർഗത്തെ യോജിപ്പിക്കാൻ കഴിയുമോ? ഈ ഒരു സംശയം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പടച്ചവൻ അവിടെ നമുക്ക് പറഞ്ഞു തരുന്ന പ്രധാന കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആന്റെ തകരാറോ പ്രവാചകന്റെ തകരാറോ അല്ലാതെ എന്ത് തകരാറായാലും മനുഷ്യൻ നന്നായിട്ടില്ലെങ്കിൽ ഒക്കെ തകരാറ് തന്നെയാണല്ലോ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പക്വത വരേണ്ടതുണ്ട്. അവന്റെ ധിക്കാര മനോഭാവം ആദ്യം മാറ്റിവെക്കണം. ഈ അഹങ്കാര മനോഭാവം ഉണ്ടല്ലോ, അതാണ് മനുഷ്യന്റെ എല്ലാ പിഴവും. ആദ്യമായി മനുഷ്യനെ പഴപ്പിക്കാൻ ഒരുങ്ങിയത് അഹങ്കാരമാണ്, പിശാച്. ആ ഒരു കഥ ഖുർആൻ മനുഷ്യവർഗത്തെ ആദ്യം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഉൽപ്പത്തി പഠിപ്പിക്കുമ്പോൾ അഹങ്കാരം കൊണ്ട് മനുഷ്യൻ ശരിയായ മാർഗത്തിൽ നിന്ന് പോകുന്നതിനെ തടുത്തു നിർത്തുവാൻ ഒരു അഹങ്കാരം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനുഷ്യരെ പഠിപ്പിക്കാണ്. അവൻ അഹങ്കാരത്തിലൂടെ തന്നെ മനുഷ്യനെ പഴപ്പിക്കും. അതുകൊണ്ട് ഇതിന് മറുപടി ഖുർആൻ പറയുമ്പോൾ പറയുന്നു, നോക്കൂ നിങ്ങൾ, വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊതൂഹു ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്തു ബഗ്യം ബൈനഹും. യഥാർത്ഥത്തിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തന്നെയാണ് ഭിന്നിച്ചിട്ടുള്ളത്. ആരും ഭിന്നിക്കുമ്പോ ഞങ്ങൾക്കൊരു വേദഗ്രന്ഥം കണ്ടില്ലല്ലോ, ഞങ്ങളൊരു കിതാബ് കണ്ടില്ലല്ലോ, ഒരു പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് കൈമലർത്തിയിട്ട് ആരും ഭിന്നിക്കേണ്ടി വരില്ല. കാരണം വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തന്നെ ഭിന്നിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ വേദഗ്രന്ഥമുണ്ട്. പ്രവാചകനെ കുറിച്ച് അവർക്കറിയാം, അവരുടെ വേദഗ്രന്ഥം എന്താണെന്ന് അവർക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഖുർആനിലൂടെയാണല്ലേ പറയുന്നത്. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് നമുക്കറിയാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാം, പരിശുദ്ധ ഖുർആനെ കുറിച്ച് നമുക്കറിയാം. പിന്നെ എന്തിനു ഭിന്നിക്കണം? അതാണ് തുടർന്ന് പറയുന്നത്. ഇതൊക്കെ നൽകപ്പെട്ടവർ തന്നെ ഭിന്നിക്കുന്നത് ബഗ്യം ബൈനഹും, അവരുടെ ധിക്കാര മനോഭാവമാണ്. അതല്ലാതെ ഖുർആന്റെ തകരാറല്ല, പ്രവാചകന്റെ തകരാറല്ല, മനുഷ്യന്റെ അഹങ്കാരം. ആ അഹങ്കാരമാണ് അവരെ ഭിന്നിപ്പിക്കുന്നത്. എന്താണ് ഈ അഹങ്കാരം? എന്താണ് ഈ ധിക്കാരം? ഈമാൻ കൊണ്ട് മാത്രം ശുദ്ധിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അഹങ്കാരം. മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്നതാണ്. അത് ഒന്നാമതായി മനുഷ്യന് എനിക്ക് തെറ്റുപറ്റിക്കൂടാ എന്നൊരു വിചാരം. അതാണല്ലോ ഞാൻ ചെയ്തതും തെറ്റായിക്കൂടാ എന്നൊരു വിചാരം എനിക്കുണ്ടെങ്കിൽ അതാണ് അഹങ്കാരം. എനിക്ക് തെറ്റുപറ്റൂല എന്നുള്ള വിചാരം ഉണ്ടാകുക. അതല്ലെങ്കിൽ എന്റെ മുൻ തലമുറയ്ക്ക് തെറ്റുപറ്റില്ല, കാരണം എന്റെ വാപ്പാറ്, എന്റെ ഉപ്പാപ്പാറ്, എന്റെ തലമുറകൾ അവരെങ്ങനെ നരകത്ത് പോവുകയും എന്താ ചെയ്യണത്? അവർക്ക് തെറ്റുപറ്റി.
എന്റെ പിതാവിന് തെറ്റുപറ്റാൻ പറ്റുമോ? എന്റെ പിതാവിന്റെ പിതാവിന് തെറ്റുപറ്റാൻ പറ്റുമോ? അതല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാരോടെ കുറെ ആളുകളുണ്ട്, അവർക്ക് അങ്ങനെ തെറ്റുപറ്റാൻ പറ്റുമോ? അവരെ ശരി പറയുകയാണെങ്കിൽ അവരല്ലേ പറയേണ്ടത്? അപ്പൊ ശരിയാണ് എന്ന് ബുദ്ധി മനുഷ്യന് പറയാ, എന്നിട്ട് ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് അത് ശരിയാണെങ്കിൽ അവർ തെറ്റാവണല്ലോ, അത് ഏതായാലും ശരിയാവൂല. അതുകൊണ്ടാണ് എന്താണ് ഈ കിബിർ എന്ന് പറഞ്ഞാൽ നബിയോടൊക്കെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഒരു കടുകുമണിയോളം, ഒരു അണുമണി തൂക്കം ഒരാളുടെ മനസ്സിൽ അഹങ്കാരമുണ്ടെങ്കിൽ അവന് സ്വർഗത്തെ പ്രവേശിക്കാൻ സാധ്യമല്ല. ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അനുചരന്മാരായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹു കേട്ട് ഞെട്ടാറുണ്ട്. കാരണം ഒരു കടുകുമണിയോളം, ഒരു അണുമണി തൂക്കം അഹങ്കാരം മനുഷ്യ മനസ്സിലുണ്ടെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തരും ചിന്തിക്കും, ഞങ്ങൾക്കുണ്ടോ അത്? ആ അഹങ്കാരം ഞങ്ങൾക്കുണ്ടോ എന്ന് ഓരോരുത്തർ അവനെ കുറിച്ച് ചിന്തിക്കും. നമ്മൾ അങ്ങനെ എന്തെങ്കിലും കേട്ടാൽ വേറെല്ലാവർക്കുണ്ടോ എന്നാണ് നോക്കാറില്ല, നമുക്കുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. മറ്റവർക്ക് ആരെങ്കിലും അതുണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. പക്ഷെ അവർ നോക്കിയിരുന്നതല്ല, അത് എനിക്കുണ്ടോ എന്നാണ് അവർ നോക്കാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ചിലർക്കൊക്കെ തോന്നി, ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അസ്ത്രായിട്ട് തിരുമ്പി വെളുപ്പിച്ച് നല്ല സുന്ദരമായ ചെരുപ്പൊക്കെ ധരിച്ച് നല്ല സുന്ദരമായി തന്നെ നടക്കാറുണ്ടല്ലോ, ഇതൊക്കെ ഒരു വലിപ്പത്തരം നടിക്കലല്ലേ, ഇതൊരു അഹങ്കാരമല്ലേ എന്നൊരു തോന്നൽ ചിലർക്ക്, അവനവനെ സംബന്ധിച്ചല്ല, മറ്റുള്ളവരെ സംബന്ധിച്ചല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ ചോദിച്ചു, നബിയെ ഞങ്ങൾ നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല ചെരുപ്പ് ധരിക്കുന്നു, ഇതൊക്കെ ഈ അഹങ്കാരത്തിൽപ്പെട്ടതാണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അതൊക്കെ മനുഷ്യൻ അവൻ നന്നായി ജീവിക്കട്ടെ, ഭംഗിയോടുകൂടി ജീവിക്കട്ടെ, പടച്ചവനത് ഇഷ്ടം, അവന്റെ അടിമകൾ അങ്ങനെ നന്നായി കാണുന്നവന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു സുന്ദരനാണ്, അവന്റെ അടിമ സൗന്ദര്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ള അവന് വളരെ ഇഷ്ടമാണ്, അതിനൊരു തകരാറുമില്ല. പക്ഷെ കിബിർ അതല്ല. അൽ കിബിർ ബത്റുൽ ഹഖ് വ ഗംതുൻ നാസ്. കിബിർ എന്ന് പറഞ്ഞാൽ സത്യം നിഷേധിക്കുക, അതാണ്. സത്യം കേൾക്കുമ്പോ മനസ്സിലാവും, ശരിയാണല്ലോ പറയണതെന്ന് മനസാക്ഷി പറയും, ആ പറഞ്ഞത് ശരിയാണ്. അതിങ്ങനെ ശരിയാണ് തോന്നിയാൽ പിന്നെ തോന്നുക കുറച്ചു കഴിഞ്ഞാൽ കാര്യം ശരി തന്നെയാണെങ്കിലും പറയണ ആള് ശരിയല്ല കേട്ടോ, അതുകൊണ്ട് അയാൾ പറഞ്ഞത് ശരിയാവാൻ നിവർത്തില്ല. ശരിയാണെങ്കിൽ പറയേണ്ടത് മറ്റവരല്ലേ, ഓരല്ലേ വലിയ ആളുകൾ. അതല്ല, അത് ശരിയാണെങ്കിൽ എന്റെ വാപ്പാർക്കൊക്കെ പഴച്ചു പോയില്ലേ, നമ്മളെ പൂർവ്വന്മാർക്കൊക്കെ തെറ്റുപറ്റിയില്ലേ. അതല്ല, അത് ശരിയാണെങ്കിൽ ഈ ലോകത്തിന്റെ ഭൂരിപക്ഷം ചെയ്യണതല്ലോ അത്, ആ ഭൂരിപക്ഷത്തിന് തെറ്റുപറ്റാൻ പാടുണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും വെച്ചുകൊണ്ട് ഈ അഹങ്കാര മനോഭാവം, അവർക്കൊന്നും തെറ്റുപറ്റിക്കൂടാ, അവരൊന്നും നരകത്തിൽ പോയിക്കൂടാ എന്ന് നമ്മളൊരു വലുപ്പം നടിക്കുക. അതാണ് ഒന്നാമത്തെ ബത്റുൽ ഹഖ്, സത്യം നിഷേധിക്കാൻ പറഞ്ഞത്. മറ്റൊന്ന് ഗംതുൻ നാസ്, ജനങ്ങളെ നിന്ദിക്കുക. ഒരു കൂട്ടം ആളുകള് അവര് നിന്ദ്യന്മാര്. കാരണം എന്താ? അവരിവരെ കൂടെ ഒപ്പിരിക്കാൻ പറ്റില്ല, അവരെ കൂടെ ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. അവര് എന്തെങ്കിലും ആ ഒന്നിരിക്കുന്ന ജോലിയായിരിക്കാം, അതല്ലെങ്കിൽ അവൻ ജനിച്ച കുടുംബത്തിനായിരിക്കാൻ തയ്യാറ്, എന്താവട്ടെ. പലപ്പോഴും നോക്കാറുണ്ട് ഈ കിബിർ നോക്കാൻ. ചിലപ്പോ ഈ ചെറിയ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ ഒരു വീട്ടില് വേലക്കാരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, മുതലാളിണ്ടാവും, ഒക്കെ ഉണ്ടാവുമല്ലോ. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ജാതി വക്രത വെക്കുന്നവരുടെ ബുദ്ധിയിൽ സ്ഥാനമല്ലല്ലോ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ അഹങ്കാര മനോഭാവം എന്നല്ല ഒരേ നിലയ്ക്ക് ഒരുപോലെ അവർ കളിക്കും. പക്ഷെ നമ്മുടെ കുട്ടി കയറിയിരിക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെ ആ വീട്ടിലെ വേലക്കാരിയുടെ കുട്ടി കയറിയിരുന്നാൽ നമ്മുടെ മനസ്സ് കാണാം, ഫാദർ എന്റെ കുട്ടി ഇരിക്കുന്നിടത്തോ, അതാണ് കിബിർ. അവിടെ ആ കുട്ടിക്ക് എന്താ ചെല്ലാൻ സ്ഥാനം, അവിടെ അവനെന്താ അവിടെ കയറിയിരിക്കാൻ? ഇങ്ങനെ ഒരു തോന്നലുണ്ടായാൽ അതാണ് അഹങ്കാരം. ഈ നിലക്ക് ജനങ്ങൾ നിന്ദിക്കുക, അതിന് ഏതിന്റെ പേരിലാണെങ്കിൽ ശരി, അത് കിബറാണ്. ഇതിനെ ഈമാൻ കൊണ്ടേ മാറ്റിയെടുക്കാൻ കഴിയും, വിശ്വാസം കൊണ്ട്. കാരണം വിശ്വാസത്തിൽ എല്ലാവരും പടച്ചവന്റെ മുന്നിൽ ഒരുപോലെയാണല്ലോ, ഒരു വലുപ്പത്തരം അവിടെ നടക്കില്ല. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്ക് നേർമാർഗത്തിലേക്കാവും. അതുകൊണ്ട് വിശ്വാസമുള്ളവർ ആരാണോ അവരെ അള്ളാഹു അവന്റെ ഉത്തരവനുസരിച്ച് സന്മാർഗത്തിലേക്ക് നയിക്കും. വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിയായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നേരെ ചൊവ്വിന് പോകാന്ന് അള്ളാഹുവിന്റെ അടുത്തേക്കുണ്ടല്ലോ പല വഴികള്. ഈ പല വഴിയിൽ നേരെ പടച്ചവന്റെ അടുത്തേക്ക് ചൊവ്വിന് പോകാൻ വഴിയുണ്ട്, അതാണ് സിറാത്തുൽ മുസ്തഖീം. മറ്റത് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്ന വഴികളാണ്. ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ ചൊവ്വിലൂടെ നടക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് വളരെ പ്രയാസകരമാണ്. നമ്മൾ ഇവിടെ മഅശറയിൽ സിറാത്തുൽ മുസ്തഖീമിന്റെ വരാൻ പോകുന്നുണ്ട്, അത് മുടിനാര് ഏതായി കീറിയിട്ട് നേരിയ പാലം കിട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുമ്മൽ കൂടെ നടക്കാൻ പ്രയാസമല്ല. ഇതിലൂടെ നടന്നാൽ, ഇവിടെ ഇതിലൂടെ നടന്നാൽ, പടച്ചന്റെ വരത്തേക്കുള്ള ചൊവ്വായ മാർഗത്തിൽ നടന്നാൽ ആ മഅശറയിൽ നടക്കാനുള്ള പാലുണ്ടല്ലോ, അതിലൂടെ നടക്കാൻ പ്രയാസമില്ല, ഇവിടെ നടക്കാനുള്ള പ്രയാസം. പക്ഷെ ആ ചൊവ്വായ വഴിയിൽ ഇരിക്കുന്നതിന് അഹങ്കാരിയുണ്ട്. അതാരാണെന്നറിയാമോ?
മനുഷ്യന് കീഴ്പ്പെടാത്ത ഇബ്ലീസ്, അവൻ പറഞ്ഞത് എന്താ? എന്നെ ഈ തീ കൊണ്ട് സൃഷ്ടിച്ചതാണ്, എന്നിട്ട് ഈ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന് ഞാൻ കീഴ്പ്പെടേ? അതൊരിക്കലും ഉണ്ടാവില്ല. ഇത് പറഞ്ഞപ്പോൾ അയ്യോ അഹങ്കാരി പുറത്തു പോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആട്ടി പുറത്താക്കിയപ്പോ അവന്റെ ആവശ്യം, എന്നാ പടച്ചവനെ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ എനിക്കൊന്ന് താമസം തരണം. റബ്ബി അൻദിർനീലായോ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ, അതുവരെ എന്നെ പിന്തിച്ചിടണം. പടച്ചവൻ പറഞ്ഞു, നീ പിന്തിച്ചിടുമോ, പക്ഷെ ഉയർത്തെഴുന്നേൽപ്പ് നാളെന്ന് പറയുന്നില്ല, ഒരു നിശ്ചിത അവധി വരെ. എന്നിട്ട് അവൻ പറഞ്ഞെന്താണെന്നറിയോ? എന്നാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈ മനുഷ്യനില്ലേ, ഇവരെ നന്നാക്കാനുള്ള മനുഷ്യങ്ങള്, ആ മനുഷ്യന്മാരെ പോലെ വഴിയിലിരിക്കും ഞാൻ. ലഹും സിറാത്തക്കൽ മുസ്തഖീം. ആ മനുഷ്യന് നിന്റെ അടുത്തേക്ക് വരുന്ന ചൊവ്വായ വഴിയുണ്ടല്ലോ, ആ വഴിയിൽ ഞാൻ ഇരിക്കും. എന്നിട്ടോ ലൗദില്ലന്നഹും, അവർ ഞാൻ വഴി ഒഴിപ്പിക്കും. ഈ ചൊവ്വായ വഴിയിൽ ഇരുന്നിട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ വേണ്ടി നോക്കും. നേർക്കുള്ള വഴിയിൽ പോകാനായിക്കൂല. അവിടുന്ന് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ, അവിടെ ഇരുന്നിട്ട് ചൊവ്വായ വഴിയിൽ ഇരുന്നിട്ട് ഈ വഴിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാനും വഴിയൊഴിപ്പിക്കാനും ഞാൻ നോക്കും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ നിഷ്കളങ്കരായ അടിമകളുണ്ടല്ലോ, നിന്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുന്നവർ, നിന്റെ അടിമകളായി ജീവിക്കുന്നവർ, അവരെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഞാൻ സമ്മതിക്കുന്നു. അതായത് പടച്ചവനെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ഈമാനോടുകൂടി ജീവിക്കുന്നവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈമാനുള്ളവരെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നു. ഇതിൽ പെടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ പ്രാർത്ഥന. നമ്മൾ മാത്രമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടി പ്രാർത്ഥന. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് നിയോഗിച്ചിട്ടുള്ളത്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യത്തിൽ ശരിയായ മാർഗത്തിൽ നയിക്കണേ എന്ന് അള്ളാഹുവിനോട് ഞാൻ ദ്വാരക്കാം. രാത്രി എഴുന്നേറ്റിട്ടേ നമസ്കരിക്കുമ്പോ, ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോ തുടങ്ങുന്ന പ്രാർത്ഥനകളെ കൂട്ടത്തിൽ പറഞ്ഞ പ്രാർത്ഥന ആയിഷ റളിയല്ലാഹു പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ട്, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാല വഇസ്രാഫീല ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദ അൻത തഹക്കും ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തലഫ ഫീഹി മിൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഈ ആയത്തിൽ പറഞ്ഞിരുന്ന ആശയം എങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് മുഹമ്മദ് നബിയുടെ പ്രാർത്ഥന, അല്ലാഹുവേ, ജിബ്രീലിന്റെ നാഥ, മീകായിലിന്റെ നാഥ, ഇസ്രാഫീലിന്റെ നാഥ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാഥ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നിന്റെ അടിമകൾക്കിടയിൽ ഭിന്നാഭിപ്രായമുള്ളതിൽ വിധി കൽപ്പിക്കുന്നവൻ നീയാണ്. അതുകൊണ്ട് ഇഹ്ദിനി ലിമാ ഇഖ്തലഫ ഫീഹി മിൽ ഹഖ് ബിഇദ്നിക, നിന്റെ ഉത്തരവനുസരിച്ച് ഭിന്നാഭിപ്രായമുള്ള കാര്യത്തിൽ എന്നെ നീ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെയാണ് ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്നത്. ഇത് പറയുന്നത് മുഹമ്മദ് നബിയാണ് അള്ളാഹുവിനോട്. ഉയർത്തെന്ന് ആ രാത്രി എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിനോട് നമസ്കാരം തുടങ്ങുന്നതിന്റെ ആദ്യമായി പറയുന്ന നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പടച്ചവനെ വിട്ടുകൊണ്ട് ശരിയായ മാർഗത്തിൽ നയിക്കണം. അതിനുള്ള വിശ്വാസം വേണം. അതാണ് നമ്മൾ വേണ്ടത്. അതുണ്ടായാൽ മനുഷ്യവർഗത്തിലുള്ള ഈ ഭിന്നിപ്പ്, ഈ ഛിദ്രതയും കുറെയൊക്കെ കുറയും. അതില്ലാതെ ധിക്കാര മനോഭാവം ഉണ്ടല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ കുഴപ്പം. എവിടെയും കുഴപ്പമുണ്ടാവുന്ന ഖുർആന്റെ അനുയായികൾ തമ്മിലുള്ള പ്രശ്നം നോക്കാതെ നിങ്ങൾ. ഖുർആന്റെ പ്രശ്നത്തിൽ അതല്ല, അത് എന്റെ അഭിപ്രായം ഉണ്ടല്ലോ, ആ അഭിപ്രായത്തിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ? അതല്ലെങ്കിൽ മറ്റോനെങ്ങനെ തെറ്റുപറ്റാൻ പാടുണ്ടോ? ഈ നിലക്ക് പറഞ്ഞുകൊണ്ട് എന്തിന്റെ നോക്കൊരു കുഴപ്പമുണ്ടാകുന്ന രംഗത്ത് നോക്കിയാൽ അവിടെ ഒരു ധിക്കാരം കാണാൻ കഴിയും. നിങ്ങൾ നേരെ മറിച്ച് അതിൽ നിന്നൊക്കെ മാറി നിന്നുണ്ട്, എനിക്ക് ഇന്നതാണ് ഖുർആൻ എന്ന് മനസ്സിലായത്, ഇത് ഞാൻ എനിക്ക് പടച്ചവനോട് പറയാൻ കഴിയും എന്ന് പടച്ചവനോട് മനസ്സ് മുൻനിർത്തിക്കൊണ്ട് ഖുർആൻ കൊണ്ട് മനസ്സിലാക്കിയ ഒരാളത് ചെയ്താൽ അതിൽ മനുഷ്യന് കുഴപ്പമുണ്ടാവാറില്ല. അതിന്റെ പേരിൽ ആരും ഭിന്നിപ്പുണ്ടാക്കാറില്ല. അത് അവന്റെ സ്ഥാനമാനങ്ങളെ ബാധിക്കുമ്പോൾ, അത് അവരുടെ നേതൃത്വത്തെ ബാധിക്കുമ്പോൾ, അതല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗത്തെ ബാധിക്കുമ്പോൾ, അതിന്റെ പേരിൽ മനുഷ്യൻ അഹങ്കരിക്കുന്നു, അതിന്റെ പേരിലാണ് കുഴപ്പമുണ്ടാകുന്നത്. അതിൽ നിന്ന് മാറി നിന്നിട്ട് ഈ അഹങ്കാരം മാറ്റിവെച്ചാൽ, ഹിദായത്തിലേക്ക് വന്നാൽ, അതിനുള്ള ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടായാൽ സമൂഹം ശരിയായി തീരും. ഇതിന്റെ സാമൂഹ്യ ഭദ്രതയുടെ ഏറ്റവും പ്രധാന വശമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുകൊണ്ട് ഇനി ആദ്യമായി തുടങ്ങേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിലേക്ക് പോകുന്ന നേരെ ചൊവ്വായ മാർഗം. ഒരു സമൂഹത്തെ ഭദ്രതയിൽ നിർത്തുവാൻ, ഒരു സമൂഹത്തിൽ യോജിപ്പുണ്ടാകുവാൻ, ഐക്യമുണ്ടാകുവാൻ ഒന്നാമത്തെ ബാധ്യത പടച്ച തമ്പുരാനിലേക്ക് നേർക്ക് നേരെ പോവുക എന്നതാണ്. അതായത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതിൽ പങ്കു ചേർക്കാതിരിക്കുക. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സ്വഭാവം ഉണ്ടായാൽ അവിടെ യോജിപ്പുണ്ടാവും. പങ്കു ചേർക്കുന്ന സ്വഭാവം ഉണ്ടായാൽ അവിടെ മനുഷ്യർ ഭിന്നിപ്പുണ്ടാവും. അത് തന്നെയാണ് സിറാത്തുൽ മുസ്തഖീം. അലം അഹദിലേക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തുൽ മുസ്തഖീം.
ശരിയായ മാർഗം, മനുഷ്യവർഗത്തെ ഒന്നിപ്പിച്ചുകൊണ്ടാണ് ചൊവ്വായ ഒരേ മാർഗം. അതിനെക്കുറിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ്, ഏ മനുഷ്യരെ, അല മഅഹദിലേക്കും യാ ബനി ആദം, ഏ മനുഷ്യ സന്താനങ്ങളെ, ആദമിന്റെ സന്താനങ്ങളെ, നിങ്ങളോട് ഞാനൊരു കരാറ് വാങ്ങിയിട്ടില്ലേ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. കാരണം ശരിയായ മാർഗത്തിൽ, ചൊവ്വായ മാർഗത്തിൽ കുത്തിയിരുന്നുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിഴപ്പിക്കുവാൻ പിശാച് ശപഥം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിട്ട് മറ്റൊരാളെ ആരാധിക്കുന്നുവെങ്കിൽ അത് ഗുണം പിശാചിനെ ചെയ്യൂ. പിശാചിന് നൽകുന്ന ആരാധനയാണത്. ഈ പിശാചിനെ ആരാധിക്കരുത് എന്ന് നിങ്ങളോട് ഞാൻ കരാറ് വാങ്ങിയിട്ടില്ലേ? അനിയാബുദൂനി, എന്നെ മാത്രം ആരാധിക്കണമെന്നല്ലേ ഞാൻ നിങ്ങൾ പറഞ്ഞത്? ഹാലാ സിറാത്ത് മുസ്തഖീം, അതാണ് ശരിയായ വഴി, അതാണ് സിറാത്ത് മുസ്തഖീം. നമുക്ക് സിറാത്ത് മുസ്തഖീം വ്യക്തമായി പറഞ്ഞു തരികയാണ്. അപ്പൊ ഈ നിലക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവരിലേക്ക് പോവുക. തുടക്കം അവിടെയാണ്. മനുഷ്യന്റെ ഒന്നാമത്തെ കടമ അതാണ്, പടച്ചവനെ ഭാഗത്തെടുക്കാന്ന്. അതിൽ നിന്ന് മാറിയാൽ നോക്കാനും നിങ്ങൾ ഭിന്നിപ്പ് തുടങ്ങുന്നത്. നമ്മള് ഭാരതത്തിൽ മതേതര രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരാണ്. പല മതക്കാരും ഉണ്ട്. മുസ്ലിംകൾ അവിടുത്തെ ഒരു ന്യൂനപക്ഷം മാത്രമാണ്. പല മതക്കാരും ജീവിക്കുന്ന ആ സ്ഥലത്ത് അവിടെ ഭിന്നിപ്പില്ലാതിരിക്കാൻ എന്താണ് മാർഗം? ഒരു ചെറിയ ഉദാഹരണം എടുക്കാം. നമ്മൾ അവിടുത്തെ ഒരു വിദ്യാലയം, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം പടച്ചവനിൽ വിശ്വാസമുള്ളവരാണ് താനും. എന്നാൽ ആ വിദ്യാലയത്തിൽ ദൈവനാമത്തിൽ ആരംഭിക്കണം, അല്ലെങ്കിൽ പടച്ച തമ്പുരാനോട് പ്രാർത്ഥന നടത്തിയിട്ടായിരിക്കണം അവിടുത്തെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. സ്കൂളിൽ ഒരു പ്രാർത്ഥന നടത്താൻ നോക്കുക. അവിടെ പ്രാർത്ഥന നടത്തിയാൽ എങ്ങനെ പ്രാർത്ഥിക്കണം? അവിടെ യോജിപ്പുണ്ടാണെങ്കിൽ അവിടെ പടച്ചവനെ പ്രകീർത്തിക്കുന്ന, അത് സൃഷ്ടാവ് ഏത് ഭാഷയിൽ പറഞ്ഞാലും തിരക്കടില്ല. പടച്ചോ എന്ന് പടച്ച മലയാളത്തിൽ പറഞ്ഞാലോ, അള്ളാഹ് എന്നെ അറബി പറഞ്ഞാലോ, ഇനി വേറെ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞാലോ, ഏത് നിലക്കായാലും ശരി, പടച്ച തമ്പുരാനെ പ്രകീർത്തിക്കുന്ന, പ്രപഞ്ചനാഥനെ പ്രകീർത്തിക്കുന്ന രൂപത്തിൽ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് പിന്നെ അവിടെ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ ആർക്കും ഒരു എതിരഭിപ്രായമല്ല. കാരണം പ്രപഞ്ചനാഥനിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു, ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, മറ്റു മതക്കാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ യോജിപ്പിക്കാവുന്ന അത് തന്നെയാണ്. സാമൂഹ്യ ഭദ്രതയ്ക്ക് ഏറ്റവും നല്ല അത് തന്നെയാണ്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് വിട്ടു പ്രാർത്ഥന ശ്രീരാമനോടായി നോക്കൂ. നിങ്ങൾ ശ്രീരാമനെ പ്രാർത്ഥിച്ച് രാമനാമം ജപിച്ചുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നതെങ്കിൽ മുസ്ലിങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ഉറപ്പല്ലേ? ക്രിസ്ത്യാനികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടെ ഭിന്നിപ്പ് തുടച്ചു. ആ പ്രാർത്ഥന പടച്ചവനിൽ നിന്ന് വിട്ടപ്പോൾ അവിടെ ഭിന്നിപ്പിന്റെ തുടക്കമാണ് കുറിക്കുന്നത്. നിങ്ങൾ നോക്കായിരുന്നു, അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്ന കാലഘട്ടത്തിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യനെ ഒന്നിപ്പിക്കാൻ കഴിയുന്നു. അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥന വിടുമ്പോൾ ഭിന്നിപ്പിന്റെ ആരംഭം കുറിക്കുന്നു. അവിടെയാണ് തുടക്കം. ഒന്നാമതായി തന്നെ അത് ശ്രീരാമനോടാകുമ്പോൾ തികച്ചും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നിന്ന് മാറി നിൽക്കുന്നു. ഇനി എവിടുന്ന് വിട്ട് കന്യകാമറിയമിനോടാണെങ്കിലോ, മറിയം ബീവിയോടാണെങ്കിലോ, ഒരു ഹിന്ദുക്കളും മാറി നിൽക്കുന്നു, മുസ്ലിങ്ങളും മാറി നിൽക്കും. കാരണം ഞങ്ങൾ കന്യാമറിയത്തിനെ പ്രാർത്ഥിക്കുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു വിഭാഗം അവിടെയും മാറി നിൽക്കും. ഇനി അതേ പ്രകാരം അതൊന്നും വിട്ട് മുഹമ്മദ് നബിയോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലോ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം മാറി നിൽക്കും. കാരണം മുഹമ്മദ് നബി എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം മാറി നിൽക്കും. ഹിന്ദുക്കൾ മാറി നിൽക്കും, ക്രിസ്ത്യാനികൾ മാറി നിൽക്കും. അപ്പോ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റേക്ക് പ്രാർത്ഥന പോയാൽ അവിടെയാണ് ഭിന്നിപ്പിന്റെ ഒന്നാമത്തെ തുടക്കം. അതുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ കടമ ഒന്നാമതായി അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅൻ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവരിൽ യാതൊരുത്തരെയും പങ്കു ചേർക്കരുതേ. ഇവിടെയാണ് കടമയുടെ ആരംഭം. ഇത് ഏക മാനവതയ്ക്ക് ഈ ഏകദൈവ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിൽ നിന്നിങ്ങോട്ട് പോന്നാൽ പിന്നെ വേണ്ടതെന്നറിയാമോ? അള്ളാഹുവിനെ നമ്മൾ എങ്ങനെ ആരാധിക്കേണ്ടത്? ആ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ കാണുന്നവനെ പോലെ, പടച്ചവനെ കാണുന്ന മാതിരി തന്നെ അവനെ ഭാഗത്തെടുക്കണം. വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അവനെ നീ അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ ഭാഗത്തെടുക്കണം. ആ നിലയ്ക്ക് അള്ളാഹുവിനെ ഭാഗത്തെടുക്കുക, അതാണ് ഒന്നാമതായി നമ്മുടെ കടമ പാലിക്കേണ്ടത്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇനി അള്ളാഹ് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യനൊക്കെ ചില കടമകളുണ്ട്. അവന്റെ സാമൂഹ്യ ഭദ്രതയ്ക്ക് അവൻ നിർവഹിക്കേണ്ടുന്ന ചില ബാധ്യതകൾ, ആ ബാധ്യതകൾ അവൻ നിർവഹിച്ചുകൊണ്ടിരിക്കണം. ഒന്നാമത്തെ ബാധ്യത പടച്ചവനോട് തന്നെയാണെന്ന് പറഞ്ഞു. ഈ പടച്ചവനുള്ള ബാധ്യത കഴിഞ്ഞാൽ സൃഷ്ടാവാണ് അള്ളാഹു. പക്ഷേ അവൻ സൃഷ്ടിച്ചത് നമ്മൾ ഓരോരുത്തരും വന്നത് മാതാപിതാക്കളിലൂടെയാണ്. അതുകൊണ്ട് പടച്ചവനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നത്തെ ബാധ്യത മാതാപിതാക്കളോടാണ്. ഇത് ഖുർആൻ ക്രമീകരണത്തിനനുസരിച്ചാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനെ ആരാധിക്കണം, അവനിൽ യാതൊന്നും പങ്കു ചേർക്കരുത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ബാധ്യത.
ആ നിലക്ക് രണ്ടാമത്തെ ബാധ്യത നിർവഹിക്കണം. കാരണം സമൂഹത്തിലേക്ക് ബന്ധപ്പെടുന്നത് മാതാപിതാക്കളിലൂടെയാണ്. ഈ ലോകത്ത് നാം വന്നിട്ടുള്ളത് പടച്ചവന്റെ സൃഷ്ടിയാണ്, പക്ഷെ മാതാപിതാക്കളിലൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പടച്ചവനോടുള്ള കടമ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മാതാപിതാക്കളുള്ള കടമയാണ്. ആ കടമയാണ് ഇവർ നിർവഹിക്കേണ്ടത്. ഇത് എങ്ങനെ നിർവഹിക്കണം, ആ കാര്യം കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖുർആൻ അത് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് സംഗതി അത് ഉണർത്തിയിട്ടുണ്ട്. ഇത് ഇന്ന് എന്തിനെ പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിലും ഈ വിഷയം അധികം ആളും സംസാരിക്കാറില്ല. അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മതം തന്നെ യഥാർത്ഥത്തിലും ഇസ്ലാമേ ഉള്ളൂ. ഇത്രയും വ്യക്തമായ ആ കാര്യം ഖുർആനെ പ്രതിപാദിച്ചിട്ടുള്ളൂ. കാരണം ഇത്രയും കണിശമായ ആ കാര്യം എന്ന് പറഞ്ഞിട്ടില്ല. ആ ബന്ധങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന കാണാൻ കഴിയുന്നത്. ഖുർആൻ ആ പറഞ്ഞ ശൈലി നിങ്ങൾ നോക്കൂ. وَقَضَىٰ رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا وَاخْفِضْ لَهُمَا جَنَاحَ الذُّلِّ مِنَ الرَّحْمَةِ وَقُل رَّبِّ ارْحَمْهُمَا كَمَا رَبَّيَانِي صَغِيرًا. മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിക്കാൻ വേണ്ടി ഖുർആൻ പറയാണ്. ആദ്യം പറഞ്ഞു വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു, നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു അവനല്ല നിങ്ങൾ ആരാധിക്കരുത് എന്ന്, അവനല്ല നിങ്ങൾ ആരാധന അർപ്പിക്കരുത് എന്ന് നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു. വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്നും അവൻ വിധിച്ചിരിക്കുന്നു. അതവന്റെ തീരുമാനമാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എന്താ ഈ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ ഇതിൽ പ്രധാനമായി വശമുള്ളത്? അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇനി എടുത്തു പറയുന്നത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ അതല്ലെങ്കിൽ രണ്ടുപേരുമോ വാർദ്ധക്യത്തിലെത്തി നിന്റെ അടുക്കൽ ജീവിക്കുന്നുണ്ടായിരിക്കാം. ഏതെങ്കിലും ഒന്നിരിക്കലോ വാപ്പയും ഉമ്മയും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വയോവൃദ്ധരായി നിന്റെ അടുക്കൽ ദൗർബല്യത്തോടു കൂടി ജീവിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അതിനോട് ഛേ എന്ന് വെറുത്തൊരു വാക്ക് നീ പറയരുത് കേട്ടോ. വലാ തൻഹർഹുമാ, ശക്തിയായ ഒരു കാര്യം അവരോട് നീ നിരോധിക്കരുതേ. അത് മാത്രമല്ല വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ആദരണീയമായ നിലക്ക് അവരോട് നീ പറയുകയും ചെയ്യുക. ആദരണീയമായ വാക്ക് വളരെ ബഹുമാനത്തോടുകൂടി നീ അവരോട് പറയുക. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, ആ കാരുണ്യത്താൽ വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കുക. വഖുൽ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എന്നെ എന്റെ മാതാപിതാക്കൾ എങ്ങനെയാണ് വളർത്തിയത് അതുപോലെ നാഥ നീ അവർ രണ്ടുപേരെയും അനുഗ്രഹിക്കണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഇത് മാതാപിതാക്കളുടെ കടമ നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ ചുരുക്കം വാചകമാണ്. പക്ഷെ എന്തെല്ലാം അതിൽ അടങ്ങി നോക്കൂ നിങ്ങൾ. വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുവരെയും നമ്മൾ മാതാപിതാക്കളെ ആശ്രയിച്ചുകൊണ്ടാണ് വളർന്നത്. നമ്മൾ ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ അവരുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്നു. അവർ നമ്മെ ഓമനിച്ച് താലോലിച്ച് വളർത്തി. അങ്ങനെ വളർത്തി നമ്മൾ വലുതായി നമ്മൾ കരുത്താർജിച്ചു. ഇന്ന് മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് എത്തി. അവർ നമ്മെ ഇങ്ങോട്ട് ആശ്രയിക്കേണ്ട ഘട്ടം. കാരണം അവർ പ്രായമായി, അവർ നമ്മളെ ഇന്ന് ആശ്രയിക്കുന്നു. ഇങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ പലപ്പോഴും വെറുക്കുന്ന പ്രവർത്തനങ്ങൾ അവരുണ്ടായേക്കാം. കാരണം മനുഷ്യന്റെ ഈ കരുത്ത് പോയാൽ, അവന്റെ ബുദ്ധിയുടെ വിശേഷ ബുദ്ധി നഷ്ടപ്പെട്ടാൽ പലപ്പോഴും വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവും. കുട്ടികളും ചെയ്യുമത്. പക്ഷെ കുട്ടികൾ ചെയ്താൽ നമ്മൾ ചിരിക്കും. കാരണം കുട്ടികളുടെ വികൃതിയാണത്. അതുകൊണ്ട് കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. കാരണം അത് കുട്ടിയല്ലേ, അവൻ ചെയ്തു, അത് കുട്ടിക്കളിയാണ്, നമ്മൾ രസിക്കും. എന്തുകൊണ്ട്? ആ കുട്ടിയുടെ ഭാവിയിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണല്ലോ ഒരു സ്വാർത്ഥത. അതുകൊണ്ട് ആ കുട്ടി വേണ്ടാത്തൊന്നും ചെയ്താൽ, നമുക്ക് വേദനിപ്പിക്കുന്ന ചെയ്താൽ, ഒരു വൃത്തികേട് ചെയ്താൽ നമ്മൾ കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കും, ചിരിക്കും, ആ കുട്ടിനെ കളിപ്പിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ മാനസികമായി ബുദ്ധിപരമായി ഇതേ കുട്ടിയുടെ ശൈശവദശയിലേക്ക് എത്തിയ നമ്മുടെ മാതാപിതാക്കളാണ് ചെയ്തതെങ്കിലോ എന്തൊരു വെറുപ്പ്. അത് ഇത് മരിച്ചു പോണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ടാണ് പിന്നെ ചെയ്യുക. ആ വെറുപ്പ് ഉണ്ടാവരുത് എന്നാ പറയണത്. ഈ ഒരു ദശ അവരുടെ കയ്യിൽ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ ഓർക്കണം. അതുകൊണ്ടാണ് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഒരു വെറുത്ത വാക്ക് അവരോട് പറയരുതേ. മാത്രമല്ല ഇഷ്ടപ്പെടാത്ത കാര്യം അവർ ചെയ്തേക്കാം. ചെയ്താൽ തന്നെ ഫലാ തൻഹറുഹുമാ, ശക്തിയായി നിരോധിക്കരുതേ. വേണ്ടാത്തൊരു കാര്യം ചെയ്താൽ തന്നെ അത് നിങ്ങൾ തിരുത്തുകയാണെങ്കിൽ ശക്തമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് താക്കീത് നൽകിക്കൊണ്ട് നിങ്ങളെ ചെയ്യരുതേ. പിന്നെ പറയുകയാണെങ്കിൽ എന്ത് പറയണം? വഖുൽ ലഹുമാ ഖൗലൻ കരീമാ,
വളരെ ആദരണീയമായ വാക്ക് ബഹുമാനത്തോടു കൂടി പറഞ്ഞു കൊടുക്കുക, ബഹുമാനത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നടക്കുക. ആ നിലക്ക് മാറ്റം വരികയാണെങ്കിൽ വരട്ടെ. ആ നിലക്ക് നിങ്ങൾ ആദരണീയമായ വളരെ ബഹുമാനത്തോടു കൂടി അവരോട് സംസാരിക്കണം. റഹ്മ. വേറെ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ വളരെ വിനയം, അതും വളരെ കാരുണ്യത്താൽ ഉണ്ടാകുന്ന ഒരു വിനയം, അതല്ലാതെ എങ്ങനെയെങ്കിലും അടക്കി ഭരിച്ചിട്ടല്ല. ഈ പ്രായമെത്തിയ മാതാപിതാക്കളോട് നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ കാരുണ്യമുണ്ട്. ആ റഹ്മത്തിൽ നിന്നുണ്ടാകുന്ന ആ വിനയുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ ചിറക് നിങ്ങൾക്ക് അവർക്ക് താറ്റിക്കൊടുക്കുക. എന്താ ചിറക് താറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ എല്ലാ അധികാരവും അവർക്കുണ്ട് എന്ന് നിങ്ങളാണ് വെച്ചു കൊടുക്കുക. ആ നിലക്ക് നിങ്ങൾ അവരോട് പെരുമാറണം. ഇത് പ്രായമെത്തിയ ആർക്കും അതാണ് ആവശ്യം. നമ്മളാണ് ഓരോരുത്തരും വളരെ ഉയർന്ന നിലവാരത്തിലെത്തി, നമ്മൾ ഓരോരുത്തരും കഴിവാർജിച്ചു, എല്ലാം പ്രാപ്തരായി തീർന്നു, നമ്മുടേതായ പലതും നമുക്കുണ്ടായി. പക്ഷെ അവിടെ നമ്മുടെ മാതാപിതാക്കൾ വരുമ്പോൾ നമ്മൾ അവർക്ക് വകവെച്ചു കൊടുക്കേണ്ട ഒന്ന് മാത്രമാണ്, നമ്മൾ സമ്പാദിച്ച ഒന്നും നമ്മുടെ മമ്മി ബാപ്പിയും കൊണ്ടുപോകില്ല. അവർ ഇതൊന്നും നശിപ്പിക്കുകയും ചെയ്യില്ല. നമ്മൾ നശിപ്പിക്കാൻ നല്ല, അവരേതായാലും നമ്മുടെ നശിപ്പിക്കില്ല. പക്ഷെ അവർക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? എന്റെ മകനാണ് ഇതെല്ലാം എന്റേതാണ് എന്നൊരു തോന്നല്, എന്റെ മകനാണ് ഇത് എന്റേതാണെന്നൊരു തോന്നല്. ഈ തോന്നല് നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ കുട്ടികളുടെയും പെരുമാറ്റത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് നിങ്ങൾക്കുണ്ടെങ്കിലേ നിങ്ങളുടെ ഭാര്യയ്ക്കുണ്ടാകൂ, എങ്കിലേ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകൂ. അങ്ങനെയുള്ള വിനയത്തിന്റേതായ ഒരു ചെറിയ നിങ്ങൾക്ക് അവർ താഴ്ത്തി കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാവ് കയറി വന്നാൽ, ഉമ്മ കയറി വന്നാൽ, ഉമ്മാക്ക് ആവശ്യം അവിടെ ഉള്ളതെല്ലാമല്ല, പക്ഷേ ഉമ്മാന്റെ മനസ്സിൽ ഇതെല്ലാം എന്റേതാണെന്നൊരു തോന്നലുണ്ടാക്കലാണ്. അതുകൊണ്ട് എനിക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട്, ഇതൊക്കെ എന്റെ മകന്റേതാണ്, അല്ലെങ്കിൽ എന്റെ മകളുടേതാണ്, എനിക്കിവിടെ എന്തും എടുത്ത് ഉപയോഗിക്കാം, എനിക്കിവിടെ എന്തും ചെയ്യാം എന്നൊരു തോന്നൽ, അത് നമ്മുടെ പെരുമാറ്റം കൊണ്ടുണ്ടാവേണ്ടതാണ്. അതാണ് ആ വിനയത്തിന്റെ, ആ കാരുണ്യം കൊണ്ടുണ്ടാകുന്ന വിനയത്തിന്റെ ചിറക് നിങ്ങൾക്ക് അവർ താഴ്ത്തിക്കൊടുക്കണം എന്ന് പറഞ്ഞത്. ഈ നിലയ്ക്ക് നിങ്ങൾ പെരുമാറണം. അതുണ്ടായാൽ യഥാർത്ഥത്തിൽ അവരുടെ ആ പ്രായമെത്തിയ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഈ നിലയ്ക്ക് നിങ്ങളുടെ ചിറക് നിങ്ങൾക്ക് അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. അത് മാത്രം പോരാ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ജീവിത കാലഘട്ടത്തിലും അവർ മരിച്ചുപോയാലും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരം നിങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ പദമാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നാഥ, എന്റെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ. കമാ റബ്ബയാനി സഗീറ, ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അവർ എന്നെ എങ്ങനെയാണോ വളർത്തിയത്, എത്ര സ്നേഹത്തോടു കൂടി ഓമനിച്ച് താലോലിച്ച് വളർത്തിയോ, അതുപോലെ നാഥ എന്റെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. ഈ നിലക്കുള്ള മാതാപിതാക്കളുള്ള ബന്ധം നമുക്കുണ്ടാവണം. ഈ ബന്ധത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ഒന്ന് ഓർക്കേണ്ടതുണ്ട്, മാതാവിന്റെ കാര്യം. അതുകൊണ്ട് ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വസ്സൈനൽ ഇൻസാനിൽ വാലിദൈഹി ഇഹ്സാനൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് മനുഷ്യനോട് ഞാൻ ശക്തിയായി വസിയത്ത് ചെയ്തിട്ടുണ്ട്, ശക്തിയായി ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എടുത്തു പറഞ്ഞു, ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ. അവന്റെ മാതാവ് വളരെ ദൗർബല്യത്തോടുകൂടി, ക്ഷീണത്തോടുകൂടി, വിഷമത്തോടുകൂടി അവനെ ഗർഭം ധരിച്ചിരിക്കുന്നു. എന്നിട്ടോ പ്രസവിച്ച് 2 കൊല്ലം കൊണ്ടാണ് വേർപിരിയുന്നത് ആ കുട്ടി മടിയിൽ നിന്ന്. വഫിസാലുഹു ഫീ ആമൈൻ, ആ കുട്ടിയുടെ വേർപാട് 2 കൊല്ലത്തിലാണ്. ആ 2 കൊല്ലം മാതാവിനെ ആശ്രയിച്ചുകൊണ്ട് എല്ലാ മാതാവിന്റെ മടിത്തട്ട് നിർവഹിച്ചുകൊണ്ടാണ് അവൻ വളരുന്നത്. ഈ നിലക്ക് ഉമ്മാന്റെ കാര്യം നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ മാതാപിതാക്കളുള്ള ബാധ്യത, പ്രത്യേകിച്ച് ഉമ്മാന്റെ ബാധ്യത ഈ ഖുർആൻ ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ നബിയോട് വന്ന് ചോദിച്ചു, നബിയെ, മൻ അഹഖുൻ നാസ് ബി സുഹബത്തി, എന്റെ സഹവാസത്തിൽ ഏറ്റവും അർഹപ്പെട്ടത് ആരാണ്? എന്റെ നല്ല സഹവാസം കൊണ്ട്. മൻ അഹഖുൻ നാസ് ബി ഹുസ്നി സുഹബത്തി, എന്റെ ഏറ്റവും നല്ല സഹവാസം കൊണ്ട് അതിന് ഏറ്റവും അർഹിക്കുന്ന ആളാരാണ്? നബി പറഞ്ഞു, ഉമ്മക്ക, അത് നിന്റെ ഉമ്മ തന്നെ. പിന്നെയും ചോദിച്ചു, പിന്നാരാണ്? പിന്നെയും നിന്റെ ഉമ്മ തന്നെ. പിന്നെയും ചോദിച്ചു, പിന്നാരാണ്? പിന്നെ അബാക്ക, നിന്റെ പിതാവ്, പിന്നെ നിന്നോട് ഏറ്റവും അടുത്തവർ. അപ്പൊ ആദ്യമായി തന്നെ കണക്കാക്കേണ്ടത് എന്തുകൊണ്ടാണ് അമ്മാനെ എടുത്ത് പറയുന്നറിയോ? പലരും അവഗണിക്കുന്നതാണ്. ആ തള്ളനെ ആരും തിരിഞ്ഞു വെക്കാറില്ല. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാര്യം എടുത്തെടുത്ത് പറയുന്നത്. നബി സല്ലല്ലാഹു എടുത്തു പറഞ്ഞു. മാത്രമല്ല, മാതാപിതാക്കൾക്ക് പ്രായമെത്തിയിട്ട് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ, ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു ഒരാൾ പറയാണ്, നബിയെ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവരുതാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഞാനിതാ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അബ്തഗി ബിഹി വജ്ഹ അല്ലാഹ്, ഇതുകൊണ്ട് അള്ളാഹിന്റെ വജ്ഹാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹിന്റെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ഞാനിതാ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നിനക്ക് മാതാപിതാക്കളുണ്ടോ? ഉണ്ട്. പ്രായമെത്തിയവരാണ് അവര്, അതേ അവർ വയസ്സായവരാണ്, പ്രായമെത്തിയവരാണ്. എന്നോട് ചോദിച്ചു,
അള്ളാഹ്, നീ അള്ളാന്റെ വജഹാണോ തേടുന്നത്? അള്ളാന്റെ പ്രീതിയാണോ നീ ആഗ്രഹിക്കുന്നത്? അതെ. എന്നാൽ നിന്റെ മാതാപിതാക്കളെ പോയി നോക്ക്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതാൻ വേണ്ടി വന്നവൻ മാതാപിതാക്കൾ പ്രായമായി വീട്ടിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണോ എങ്കിൽ അവരെ പോയി നോക്ക്, അവരുടെ കാര്യം ശ്രദ്ധിക്ക്. ഇതാണ് പറഞ്ഞുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിടുന്നത്. നോക്കൂ നിങ്ങൾ. അതേ പ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ നോക്കി, ഇതൊക്കെ ഭൗതികമായി നമ്മളെ സാമൂഹ്യമായി കോർത്തിണക്കണമെന്ന് വിചാരിച്ച് മാത്രമല്ല, ഇതൊക്കെ പുണ്യകർമ്മങ്ങളാണ്. പടച്ചവന്റെ പ്രീതി സമ്പാദിക്കാൻ നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ കൂട്ടത്തിൽപ്പെട്ടതാണിത്. അതിനെതിരായി ചെയ്യുന്നതോ ശിക്ഷാർഹമാണ്, മഹാപാപങ്ങളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, മഹാപാപങ്ങൾ വെച്ച് ഏറ്റവും വലിയ മഹാപാപങ്ങൾ ഏതാണ്? അക്ബറുൽ കബായർ, വലിയ പാപം ഏതാണ് എന്ന് പറഞ്ഞു. നബി പറഞ്ഞു, അലിശ്റാഖു ബില്ലാ, ഒന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് ഏറ്റവും പാപം. ഏറ്റവും വലിയത് അതാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കാൻ. കാരണം അള്ളാഹുവിനോട് പറയേണ്ട ഒരു കാര്യം വേറെ ആളോട് പറയാന്നുള്ളത് അത് ഏറ്റവും വലിയ മഹാപാപം തന്നെയാണ്. രണ്ടാമതായി പറഞ്ഞു ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക. ഇതാണ് പിന്നത്തെ പാപം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ള പുണ്യകർമ്മമാണ്. അതിന് വിരുദ്ധമായ എതിരായ കാര്യം ചെയ്യുന്നതോ മഹാപാപങ്ങളിൽപ്പെട്ടതാണ്. മനുഷ്യൻ നശിപ്പിച്ചു കളയുന്ന പാപങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ട പാപമാണ്. ആ നിലക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇത് മാത്രമല്ല, ഇനി മാതാപിതാക്കൾക്ക് അവരുടെ മരണാനന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു. അത് മാത്രമോ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി ബന്ധം ചേർക്കാൻ വേണ്ടി അതുകൂടി പഠിപ്പിക്കുന്നു. ഇത് പറയുമ്പോ ഒരു സംഭവം ഓർമ്മ വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹജ്ജിന് വന്നു. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്നപ്പോൾ അവര് വളരെ നബിയുടെ കാലത്ത് വളരെ ചെറിയ സഹാബിയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. അവരുടെ അവസാന കാലഘട്ടത്തിലൊക്കെ ഹജ്ജിനൊക്കെ വരുമ്പോ ആളുകൾ നാല് പുറം പൊതിയും. കാരണം അവർ ജീവിച്ചിരിക്കുന്ന പ്രായമെത്തിയ സഹാബിയാണ്, വളരെ കുറച്ച് സഹാബികളെ ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നബിന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും നേരിട്ട് കിട്ടിയതുണ്ടോ, അതൊന്ന് കേട്ട് പഠിക്കട്ടെ, അതൊന്ന് കേട്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പൊതിയാണ്. അങ്ങനെ ആളുകൾ ഇങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്നപ്പോ എന്തെങ്കിലും നബിയിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ളോ എന്ന നിലക്ക് എല്ലാവരും വന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു തന്ത വയസ്സായ ഒരു അറബി, ഒരു ഗ്രാമീണ അറബി, അയാളിങ്ങനെ വരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വേഗം വന്നപ്പോ അദ്ദേഹത്തെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞു. അപ്പൊ ഒരു ഒട്ടകണ്ട് വേറെ കഴുതയുണ്ട്. കഴുതപ്പുറത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് സഞ്ചരിക്കാനുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുള്ള വാഹനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടാണ്. ഈ അറാബി വരുന്ന കണ്ടപ്പോ, നിങ്ങളിങ്ങനെ നടന്നു വരികയാണെന്നാ ഈ കഴുതയെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അത് കൊടുത്തത് മാത്രമല്ല, തലയിൽ നല്ല തലപ്പാവ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ സ്വന്തം തലയിൽ ഞാൻ തലപ്പാവ് എടുത്ത് അതും കൊടുത്തു. ഇത് കൊടുത്തപ്പോ അദ്ദേഹം മാറിയതിനു ശേഷം ഒപ്പമുള്ളവർ ചോദിച്ചു, ഈ അറാബികളില്ലേ, എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കൊടുത്താൽ തന്നെ അവർക്ക് വലിയ സന്തോഷം, എന്നിട്ട് ഒരു കഴുതി നിങ്ങളുടെ വലിയ തലപ്പാവും ഇതെല്ലാം കൊടുക്കേണ്ടിയിരുന്നോ? ഇത് കേട്ടപ്പോ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം എന്റെ പിതാവിന്റെ സുഹൃത്താണ്. പിതാവിന്റെ ശേഷം, ആ മാതാപിതാക്കളുടെ ശേഷം അവരുമായുള്ള ബന്ധം പുലർത്താൻ എന്താണുള്ളത്, അവരുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധം പുലർത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബിന്റെ, എന്റെ വാപ്പ ഉമറിന്റെ ഒരു സുഹൃത്തായിരുന്നു ആ അറാബി. അതെനിക്ക് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ ഇത് കൊടുത്തത് എന്ന് പറഞ്ഞു. ഇതുപോലെ മാതാപിതാക്കളുടെ മരണാനന്തരം അവരുമായി അടുത്തവരെ ആ ബന്ധം ചേർക്കുക എന്ന് പോലും അവരോട് ചെയ്യുന്ന നന്മകളിൽപ്പെട്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേ പ്രകാരം തന്നെയാണ് അതിൽപ്പെട്ട ഒരു കാര്യമാണ് അവരിലൂടെ ഉണ്ടാകുന്ന കുടുംബങ്ങൾ ചേർക്കുക എന്നത്. കാരണം മാതാപിതാക്കളിലൂടെ ഉണ്ടാകുന്ന നമ്മുടെ കുടുംബങ്ങൾ, സഹോദരന്മാർ സഹോദരികളൊക്കെ ഉണ്ടല്ലോ, ആ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ഈ കാര്യം മാതാപിതാക്കളുടെ കടമയാണ്. മാതാപിതാക്കളുള്ള ആ ബന്ധം സ്ഥാപിക്കലാണ്. ഇങ്ങനെ മാതാപിതാക്കളെ നമ്മൾ ആദരിക്കണം. പക്ഷേ ഇതിൽ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയൊക്കെ വന്നാൽ വേറൊരു കാര്യം നമ്മൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരുടെ കാലത്ത് അവരുടേതായ ഒരു കടമ നിർവഹിക്കേണ്ടതുണ്ട്. ആ കടമയും കൂടി നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കുന്ന തലമുറയെ അവർ വളർത്തിക്കൊണ്ടുവന്നാൽ മാതാപിതാക്കളുടെ കടമ നിർവഹിക്കുന്ന തലമുറ വളരും. പക്ഷെ ഇന്ന് ആ ബന്ധങ്ങളൊക്കെ തകർന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകം പുരോഗമിച്ചു എന്നാണ് പറയുന്നത്. പുരോഗമിച്ചു എന്ന് പറയണമെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമ്പോൾ പുരോഗമനം എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം സൗകര്യപ്പെട്ടത് കൊണ്ട് യാത്ര പുരോഗതി എന്ന് പറഞ്ഞുകൂടല്ലോ. യാത്ര എവിടേക്ക് എന്ന് ബോധ്യപ്പെട്ടിട്ട് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നുണ്ടോ എന്ന് നോക്കിയാലല്ലേ യാത്ര പുരോഗതി കിട്ടുമെന്ന് പറയുള്ളൂ. നമ്മളിവിടേക്ക് പോകേണ്ടത്, ഇവിടുന്ന് നേരെ ദുബായിലേക്ക് പോകുന്ന നമ്മള് നേരെ തിരിഞ്ഞ്
അല്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടേക്കോ തിരിച്ചു വിട്ടു. വാഹനം വളരെ നല്ല നിരക്ക് പോകുന്നു, നല്ല സ്പീഡുണ്ട്, സൗകര്യമുണ്ട്, ഒക്കെ ശരിയാണ്. യാത്ര എത്ര സുഖകരമായിരുന്നാലും ശരി, കുറെ അങ്ങോട്ട് എത്തിയപ്പോ നമ്മൾ എത്തേണ്ട ദുബായിലാണ്, പക്ഷെ അവിടേക്ക് അടുക്കല്ല ചെയ്ത് അകല ചെയ്ത് തോന്നിയാൽ യഥാർത്ഥത്തിൽ ആ യാത്ര പുരോഗതിയല്ല. അതേ പ്രകാരം തന്നെ നമ്മുടെ ഈ ലോകത്തെ ജീവിതം വളരെ സുഖ സൗകര്യങ്ങളാണ്. ഇവിടുത്തെ ഉപകരണങ്ങളൊക്കെ ഒരുപാട് പരിഷ്കരണങ്ങൾ വന്നു, അതിലെല്ലാ സുഖങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ എവിടേക്കാ പോകുന്നതെന്ന് ലക്ഷ്യമില്ല, ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നോ എന്ന ചിന്തയില്ല. എങ്കിൽ ആ പുരോഗതി എന്ന് പറഞ്ഞ പുരോഗതിയല്ല, ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോഴല്ലേ പുരോഗതി എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും എന്ത് പറഞ്ഞാലും ശരിയായ ജീവിതത്തിൽ ഇന്ന് ബന്ധങ്ങൾ അറ്റുപോകുന്നതാണ് കാണുന്നത്. സാമൂഹികമായ കടമകളെല്ലാം വിസ്മരിച്ച് ബന്ധങ്ങൾ അറ്റ് മാതാപിതാക്കളും സന്താനങ്ങളുമായുള്ള ബന്ധം തകർന്നുകൊണ്ടിരിക്കുന്നു, കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് പരിഷ്കൃത ലോകം എന്ന് പറയുന്നിടത്തുകളും കാണാൻ കഴിയുന്നത്. ഇതിനൊരു എന്താ ഇങ്ങനെ വരാൻ കാരണം? നമ്മൾ ഇന്ന് ജീവിക്കുന്ന തലമുറയെ ശപിച്ചതുകൊണ്ടായില്ല, അവരെ വളർത്തുന്ന മുൻ തലമുറയുടെ ബാധ്യത അവർ നിർവഹിച്ചിട്ടുണ്ടോ എന്നുകൂടി നോക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കളുള്ള ബാധ്യത സന്താനങ്ങൾ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരുടേതായ ബാധ്യത നിർവഹിച്ചുകൊണ്ട് സന്താനങ്ങളെ വളർത്തേണ്ടിയിരുന്നു. ഈ കാര്യം പറയുന്നിടത്ത് ഖുർആൻ അതെടുത്ത് പറയുന്നുണ്ട്. മാതാപിതാക്കളുടെ വസിയത്ത് പറഞ്ഞപ്പോൾ, അവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയാണ്? അവരിൽ വിശ്വാസങ്ങൾ ഉണ്ടാക്കണം, അള്ളാഹുവിന്റെ വിശ്വാസം ഉണ്ടാവണം, പരലോകത്തുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവണം, അതേപോലെ അവരുടെ സ്വഭാവങ്ങൾ സംസ്കരിക്കണം, കർമ്മങ്ങളിൽ ഉണ്ടാക്കണം. ഇതൊക്കെ പറഞ്ഞത്, ഇതൊക്കെ ഖുർആൻ ഉൾക്കൊള്ളിച്ചപ്പോ ഒരു മാതൃകാ പിതാവ് ഇങ്ങനെ വരച്ച് കാണിച്ചു തന്നിട്ട് നമുക്ക് ആ പിതാവിലൂടെ പറഞ്ഞു തന്നത്. ലുക്മാനു ലിബിനിഹി എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് ലുക്മാൻ വിവരിച്ചുകൊണ്ട് പറയണം, അവിടെ മാതാപിതാക്കളുടെ കടമൊക്കെ നിർവഹിച്ചപ്പോൾ യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ എങ്ങനെ കുട്ടികളെ വളർത്തണമെന്ന് പറഞ്ഞപ്പോ അത് പറഞ്ഞെന്നാണ്. യഥാർത്ഥത്തിൽ ലുക്മാൻ തന്റെ കുട്ടികളെ വളർത്തിയത് എങ്ങനെയാണ്? ആ കുട്ടികളോട് ശരിക്കും വസിയത്ത് ചെയ്ത് പഠിച്ച് ഒരു കുട്ടിയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം ശരിപ്പെടുത്തി അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള വസിയത്തുകൾ അതിലുണ്ടായിരുന്നു. ആ കാര്യമാണ് അത് ഉൾക്കൊള്ളാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചിരുന്നു, ഒരു മാതൃകാ പിതാവിനെ വരച്ച് കാണിച്ചിട്ട്. ഒന്നാമതായി പറയുന്നു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. മോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ പാതകമാണ്, അത് വലിയ അക്രമമാണ്. ഇത് പടച്ചവൽ വിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്ന മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച്, ഇന്നഹാ ഇൻ തകുൻ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ പറയുന്നു, മോനെ, ഈ മരിച്ച് മണ്ണടഞ്ഞു പോയാൽ നിന്റെ പ്രവർത്തനങ്ങൾ വളരെ കുറച്ചാണെങ്കിലും ഒരു കടുകുമണിയോളമായി ഏതെങ്കിലും ഒരു കല്ലിലോ ഏതെങ്കിലും ഒരു പാറയിലോ ഒളിഞ്ഞിരിക്കുന്നതായിരുന്നാലും ശരി, അത് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു കൊണ്ടുവരും. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു കേട്ടോ. ഇത് ചെറിയ മകനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ്. അത് കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, മോനെ, നമസ്കരിക്കണം കേട്ടോ, അഖ്മിസ് സ്വലാത്ത്, നിസ്കാരം നിലനിർത്തണം. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി, ഉമർ ബിൽ മഅറൂഫ് വൻഹി അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കണം, തിന്മ നിരോധിക്കണം. സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നിട്ട് ഈ സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നീ പറഞ്ഞു കൊടുക്കണം. തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ അത് നിരോധിക്കണം. വസ്ബിർ അലാ മാ അസാബക്, ആ കാര്യത്തിൽ അതിന് നിനക്ക് എന്താണോ പറ്റുന്നതെങ്കിൽ അത് നീ സഹിക്കണം, ക്ഷമിക്കണം. ഇത് പറഞ്ഞു കൊടുക്കാൻ എത്ര കണ്ട് മാതാപിതാക്കൾക്ക് സാധിക്കും? ഒന്നാമതായി പടച്ചവനുള്ള വിശ്വാസം, രണ്ടാമതായി മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, അതോടുകൂടി തന്നെ പ്രവർത്തനങ്ങൾ, നമസ്കാരത്തിന്റെ കാര്യം. അത് മാത്രമല്ല സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ടുന്ന ആവശ്യകത, നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക എന്നത്. ഈ കാര്യത്തിൽ ഈ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുക എന്ന് വരുമ്പോൾ ആരും വളരെ പൂമാലയിട്ട് ആരാധിക്കാൻ വരില്ല, ആരും സ്വാഗതം ചെയ്യാൻ വരില്ല. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും സമൂഹത്തിൽ. വസ്ബിർ അലാ മാ അസാബക്, അതിൽ എന്ത് നിനക്ക് പറ്റിയാലും നീ സഹിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, കാര്യങ്ങൾ വളരെ സുദൃഢമായ കാര്യമാണത്, അതൊരിക്കലും നിനക്ക് മാറ്റമില്ല കേട്ടോ, വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹാ, സ്വഭാവത്തിലേക്ക് തിരിയാണ്. നീ ഭൂമിയിൽ ജനങ്ങൾക്ക് നിന്റെ കവിള് തിരിക്കരുത് കേട്ടോ, അഹങ്കരിക്കരുത് എന്നർത്ഥം. ഈ അഹങ്കാരമുള്ളവർക്ക് സ്വഭാവമുണ്ട്. ആരെങ്കിലും സാധാരണക്കാരൻ സംസാരിക്കുകയാണെങ്കിൽ ഓല മുഖത്ത് നോക്കി സംസാരിക്കില്ല. ഇവർ ഓല വാട്ടിനങ്ങനെ പോകും, മറ്റൊരു പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ നടന്ന് സംസാരിക്കണം. കവളിന്റെ ഭാഗം അവർക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കവള് തിരിച്ച് നടക്കരുത് കേട്ടോ. ജനങ്ങളോട് വിനയാന്വിതമായി സംസാരിക്കണം. അതേപ്രകാരം
കാരണം ഭൂമിയിൽ അഹങ്കാരത്തോട് നടക്കരുത് കേട്ടോ. ഇതൊക്കെ ഒരു കുട്ടിയോട് ഉപദേശിച്ചു വരികയാണ്. നമസ്കാരത്തിനെ പറ്റി പറഞ്ഞപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 വയസ്സായാൽ നിങ്ങൾ കുട്ടിയോട് നിസ്കരിക്കണം.